السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله مولانا العلي العظيم. ഈ സുഹൃതങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ആത്മാർത്ഥമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളക്കരയിലെ പ്രസിദ്ധ പ്രഭാഷകനും ഉജ്ജ്വലവാഗ്മിയും നിഷ്കളങ്കനായ പ്രബോധകനും എന്റെ പ്രിയ സുഹൃത്തും പ്രാസ്ഥാനിക ആവേശവുമായ സമാദരണീയനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലി, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, നവൈത്തുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദില്ലാഹി തആല എന്ന ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി വിശുദ്ധ റമളാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവജന സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമ സന്തോഷത്തിനുള്ള ഹേതുകമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഇന്നോളം കടന്നു വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് നൽകി ശിഷ്ടജീവിതം തഖ്വയോടുകൂടി പടച്ചവന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാൻ വൈജ്ഞാനികമായ വെളിച്ചവും ഈമാനിക കരുത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ വിവിധ സ്ഥലങ്ങളിലായിട്ട് ബർസഖിയായ ലോകത്ത് അവർ പറഞ്ഞതും കേട്ടതുമായ അനുഭവങ്ങളുമായി കഴിഞ്ഞുകൂടുക. അവരുടെ അവസ്ഥ എന്താ എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ദുആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ആരെങ്കിലും എന്തിന്റെയെങ്കിലും പേരിൽ ചെറിയൊരു അദാബെങ്കിലും നേരിടുന്നുവെങ്കിൽ അല്ലാഹു അവരെ തൊട്ട് അദാബ് ഒഴിവാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വിശാലമായിട്ട് അല്ലാഹു പരിചയമില്ലാത്ത ഏകാന്തതയുടെ തടവറയിലേക്ക് സ്വന്തം മക്കളാൽ, ഗുണകാംക്ഷികളാൽ, ഉറ്റവരാൽ, ഉടയവരാൽ ഒരർത്ഥത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ മുത്തഖീങ്ങൾക്കുള്ള ആതിഥേയത്വം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷങ്ങളായി നടക്കുന്ന ഈ മനോഹരമായ പ്രൗഢഗംഭീരമായ മസ്ജിദിലെ വിശുദ്ധമായ സ്വർഗീയ ഉദ്യാനം അൽഹംദുലില്ലാഹ് ഈ വർഷവും ഇന്നലെ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം ആരംഭം കുറിച്ചിരിക്കുകയാണ്. നാളെ എന്നല്ല ഒരുപാട് ദിവസങ്ങളിൽ ബഹുമാന്യനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലിയാണ് എന്ന് ഫ്ലക്സ് കണ്ടപ്പോൾ മനസ്സിലായി. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രബോധനത്തിൽ നമുക്കും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമളാനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത് എന്ന് കേട്ടു. അതുകൊണ്ട് എന്നോട് അതിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും റമളാൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തില് റമളാൻ എന്നുള്ളത് ഒരു അനുകരണമാണ്.
ഇബാദത്തുകളിൽ അള്ളാഹുവിനെയും മലക്കുകളെയും അനുകരിക്കുന്ന ഒന്ന് റമളാൻ സൗമ് മാത്രമാണ്. അസ്സൗമു ലീ എന്ന് പറഞ്ഞാൽ അത് എന്റെ സ്വഭാവമാണ്. നോമ്പ് എന്നുള്ളതിൽ എന്റെ സ്വഭാവമാണ്. കാരണം അള്ളാഹ്ക്ക് തീറ്റും കൂടിയൊന്നുമില്ല. അത് നമ്മൾ ലാഹിറൻ അനുകരിക്കാം. അതുകൊണ്ട് വാന ഉജിസാ ബിഹി, വാന അജിസി ബിഹി എന്നും വായിക്കാം, ഉജിസാ ബിഹി എന്നും വായിക്കാം. ഉജിസാ ബിഹി എന്ന് പറഞ്ഞാൽ എന്റെ പരിപാടി ആയതുകൊണ്ട് അത് അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുന്ന, അത് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഉജിസാ ബിഹിയാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗം ഒരു മനുഷ്യന്റെ ലക്ഷ്യമല്ല. സ്വർഗം ലക്ഷ്യമാക്കുന്നവന് വിഡ്ഢിയാണ് എന്ന് ഇമാം റാസി പറഞ്ഞു. അള്ളാഹു ലക്ഷ്യം, സ്വർഗം ആദ്യമാണ്. അങ്ങനെയാണ്. സ്വർഗം ചോദിക്കാം, സ്വർഗം ചോദിക്കുന്ന നിർത്തിയേക്കണ്ട, ചോദിക്കാം. ലക്ഷ്യം അള്ളാഹുവാണ്, സ്വർഗം അതിന്റെ മാധ്യമമാണ്. നേരെ മറിച്ച് സ്വർഗം മാധ്യമം, അള്ളാഹു മാധ്യമം, സ്വർഗം ലക്ഷ്യമായാൽ അത് വിഡ്ഢിത്തം തന്നെയാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവ് നൽകുന്ന വിഭവങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയോ ആയിരിക്കരുത്. ഭർത്താവ് എന്ന നിലയിൽ ഒരു സ്നേഹമുണ്ട്, അതാണ്. തീരെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ, ഒരിക്കൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു വീടുണ്ടാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഭാര്യക്ക് വല്ലാത്ത സ്നേഹം. അലക്കി തരാത്തവൾ അലക്കി തരുന്നു, ഭക്ഷണം തരാത്തവൾ ഇഷ്ട വിഭവങ്ങൾ ഒരുക്കി തരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മക്ക് അവളോട് സ്നേഹം കൂടെയല്ല, സ്നേഹം കുറയും, മതിപ്പ് കുറയും. കാരണം നമ്മൾ വേറുള്ളവരോട് അറിയും, ഓളിപ്പോയി അലക്കി തരുന്നതും തിന്നാൻ തരുന്നൊക്കെ ഞാനൊരു വീടുണ്ടാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്, അപ്പം തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവളോട് യാതൊരു മതിപ്പുണ്ടാവില്ല. അതേപോലെ നമ്മളെ ലക്ഷ്യം അള്ളാഹുവാണ്. അള്ളാഹു സ്വർഗം തരും എന്ന രീതിയിൽ മാത്രം സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് വീര്യമില്ല, ആ മഹാന്മാരുടെ സ്നേഹമല്ല. കിട്ടേണ്ടത് അള്ളാഹുവിനെ. ദുന്യാവ് ആഖിറ ഒഴിവാക്കിയാലേ അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് വാക്ക് ഞാൻ പറഞ്ഞില്ല. സ്വർഗ ലക്ഷ്യമല്ല, സ്വർഗം അള്ളാഹു എന്ന ആ ലിഖായിന്റെ പടച്ചവനെ കാണാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യത്തിന്റെ മാധ്യമമാണ്. അതാണ് ഉജിസാ ബിഹി. അങ്ങനെ എന്നെ ലക്ഷ്യമാക്കി അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. മഹാന്മാർ കാണിച്ചു തന്ന വിജയത്തിന്റെ മാർഗം എന്നാണ് എന്റെ വിഷയം. അതിൽ ഒന്നാമത്തെ തന്നെയാണ് മഹാന്മാരുടെ ഒക്കെ ലക്ഷ്യം പടച്ചവനാണ്, അള്ളാഹു എന്നതാണ്. മഹാന്മാരിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയൂല. തൗഹീദ് രണ്ട് നിലയിലുണ്ട്, ഡയറക്റ്റ് തൗഹീദും ഇൻഡയറക്റ്റ് തൗഹീദും എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇടയിലൊന്നുമില്ല. ആ തൗഹീദിന്റെ സ്ഥാപകൻ സാക്ഷാൽ ഇബ്ലീസാണ്. ഇബ്ലീസ് പറഞ്ഞത് നമ്മളെ ഇടയിലൊന്നും വേണ്ടെന്നാണ്. അവിടുന്നാണ് വിഷയങ്ങളുടെ അപകടങ്ങളുടെ തുടക്കം. അവിടുന്നാണ് പല സുഹൃത്തുക്കളും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നിടത്ത് തെറ്റിദ്ധരിച്ചോ എന്ന് തോന്നിപ്പോവുകയാണ്. ഡയറക്റ്റ് തൗഹീദിന്റെ ആൾ ഇബ്ലീസാണ്. ഇബ്ലീസാണ് നമ്മൾ ഡയറക്റ്റ് സുജൂദിന്റെ ആളാന്നാ പറഞ്ഞത്. സുജൂദ് ഇല്ലാന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. സുജൂദ് ഭയങ്കര ഇഷ്ടമായി ഇബ്ലീസ്, പക്ഷെ ഡയറക്റ്റിന്റെ ആളാ. മലക്കുകൾ പറഞ്ഞു, അള്ള പറഞ്ഞോടത്ത് നമ്മളുണ്ട്. അള്ള പറഞ്ഞ് എന്താ നമ്മളുണ്ട്. അവിടെ ഇപ്പൊ നമ്മളുള്ളത്. അല്ലാഹു തആല ഈ ഒരു വെളിച്ചം നമുക്ക് ഇത് കെടാതെ, ഇതിന് പോറ നിൽക്കാതെ പരിരക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് അള്ളാഹുവിലേക്ക് നേരെ ബന്ധപ്പെടാൻ കഴിയില്ല. നമ്മുടെ യഖീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൽമുൽ യഖീന. യഖീന് പല നിലയിലുണ്ട്. ഇൽമുൽ യഖീന്, ഹഖ്ഖുൽ യഖീന്, ഐനുൽ യഖീന്, ഹഖ്ഖുൽ യഖീൻ. പിന്നെ അതിന്റെ മേലൊരു യഖീനുണ്ട്, ഹഖീഖത്തുൽ യഖീൻ. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അള്ളണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ സത്യത്തിൽ യഖീൻ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും ആണ്ടുകൊണ്ട് ആടാ. പണ്ടാരോ പറഞ്ഞില്ലേ, അബൂഖരാജ് എന്താ വിശ്വസിക്കണമെങ്കിൽ അതെനിക്ക് ഉറപ്പാണ്. അബൂഖരാജിക്ക് അള്ളുണ്ട് എന്ന് ഉറപ്പാണ്, സ്വർഗമുണ്ട് എന്ന് ഉറപ്പാണ്. മൂപ്പര് ഉറപ്പില്ലാത്ത വിശ്വസിക്കൂല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഇത് സംഗതിയിലൊരു യഖീനാണ്. പക്ഷെ അബൂഖരാജ് എപ്പോഴും മാറുന്ന, അപ്പൊ മൂപ്പര് മാറും. അതാണ് നമ്മളിൽ പല ആളുകളുടെ ഈമാൻ പലപ്പോഴും അങ്ങനെയാണ്. അതിന്റെ മേലൊരു യഖീനുണ്ട്, ഹഖ്ഖുൽ യഖീൻ, ഐനുൽ യഖീൻ.
ഇതിങ്ങനെ തെളിവുകൾ സഹിതം പടച്ചോനെ ഉറപ്പിക്കലാണ്. അവിടെ ദലീൽ ഉറപ്പാണ്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഫഅലം ഇൽമ് എന്ന് പറഞ്ഞാൽ ദലീലോട് കൂടിയല്ലാതെ ഉണ്ടാവില്ല. യഖീന് കിട്ടണമെങ്കിൽ ദലീൽ വേണം. ഇൽമ് ഇത് ആരോടാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേൾക്കുന്ന ആള് ആരാ? അല്ലാഹനെ കണ്ടുവന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാനെ കണ്ടുവന്ന ആളോടാ പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ഏതെങ്കിലും കുടിരിക്കലിനും കല്യാണത്തിനൊക്കെ പോയാൽ പ്രധാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ വിഐപികൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തും, AC ഇട്ട് കൊടുക്കും അല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയും, ഭക്ഷണം ആയിട്ടുണ്ടാവില്ല, പരക്കാരം ഒന്ന് പറയും, ഇരിക്കട്ടോ ഇപ്പൊ ഇരിക്കുന്നല്ലേ, അല്ല ഇപ്പൊ ഇരിക്കുന്നല്ലേ, എന്താ ഇരിക്കട്ടോ നീ ചോർന്ന അത്രേ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബിയോട് പറഞ്ഞ അർത്ഥമുള്ളൂ. കാരണം മുഹമ്മദ് നബി അതിൽ ലയിച്ച ആളാ. പിന്നെ ഇരിക്കട്ടോ അപ്പൊ തന്നെ എന്നോളെ ആണ് അതിനർത്ഥം. അല്ല റസൂലുള്ളാഹിന് അത് അറിയില്ല എന്നൊന്നുമല്ല. ദലീലൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. റസൂലുള്ളാഹിക്ക് കിട്ടാത്ത ഒന്നുമില്ല. ഭൂമിയിൽ നിന്ന് അള്ളാഹ് കൊടുത്തു, 1-ാം ആകാശത്ത് കൊടുത്തു, 2-ാം ആകാശത്ത് കൊടുത്തു, 7-ാം ആകാശത്ത് കൊടുത്തു, അതിന്റെ മേലിന് കൊടുത്തു. പിന്നെ ആരും എത്തി നോക്കാത്ത സ്വകാര്യ സ്ഥലത്ത് പോയി ജിബ്രീൽ അലൈഹിസ്സലാം വരെ ചവിട്ടിയ കരിഞ്ഞു പോണ സ്ഥലത്ത് രോമം കരിയാതെ പിടിച്ചു മുഹമ്മദ് മുസ്തഫ. പണ്ഡിതന്മാരിൽ ചില ആളുകൾക്ക് അബദ്ധം സംഭവിച്ച ഒരു സ്ഥലമാണിത്. ചില ആളുകളുടെ ഖവാത്തിർ അവരവിടെ എത്തിച്ചു. ഒരാള് പറഞ്ഞു മുഹമ്മദ് നബി വലിയ മഹാനാണ്, പക്ഷെ മുഹമ്മദ് നബിയേക്കാൾ മഹാൻ ജിബ്രീൽ അലൈഹിസ്സലാമാന്ന് പറഞ്ഞു. ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്. പക്ഷെ എന്ത് ചെയ്യണം? ദീനിന്റെ അകക്കാമ്പ് കിട്ടിയില്ല. പാമ്പിന്റെ തൊലി കണ്ടിട്ട് കാര്യമില്ല, പാമ്പിനെ കാണണം. ചകരിമ കൂടിയിട്ട് കാര്യമില്ല, കാമ്പും എത്തണം. അങ്ങനല്ലേ? ചില ആളുകളുടെ ഹദീസ് ഒക്കെ മനപ്പാടാക്കും, പക്ഷെ ദീനിന്റെ മർമ്മരസം അവർക്ക് മനസ്സിലായിട്ടില്ല. ആ രീതിയിൽ ഇയാള് പറഞ്ഞു മുഹമ്മദ് നബി വലിയ മഹാനാണ്, പക്ഷെ മുഹമ്മദ് നബിന്റെ മേലെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം ജിബ്രീൽ മുഹമ്മദ് നബിയുടെ ഉസ്താദാണ്. അവിടെയാണ് അബദ്ധം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ ഉസ്താദാന്ന് പറഞ്ഞു. ഗൈഡാൻ, ഖാദിമ, ഉസ്താദിന്റെ റോളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ചില സമയത്തൊക്കെ റസൂലുള്ള ഖുർആന്റെ ചില ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ ജിബ്രീൽ പറക്കും. എന്നിട്ട് പറയും ഇതൊക്കെ എവിടുന്നത് കിട്ടി, നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയെന്ന് റസൂലിനോട് അള്ളാഹുന്റെ റസൂലിനെ വിശദീകരിച്ചു. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണ് അത് പറയുന്നത്. അല്ലാഹു യഅസിമുക മിനൻ നാസ് എന്നാണ് പറയുന്നത്. يا هو الذي أيدك بنصره عين الله يعصمك من الناس صاد إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഇതാണ് അതിന്റെ പൊരുൾ. ജിബ്രീലെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ ജിബ്രീൽ വരച്ചോണ്ട് പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്. അതാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ നമ്മള് പലപ്പോഴും ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ മഹാനാന്ന് വിശ്വസിക്കാൻ കുറെ ആളുകളുണ്ട്. അഫ്ളലിയത്ത് പലപ്പോഴും ചില ആളുകളെങ്കിലും തട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അഫ്ളലിയത്ത് പ്രത്യേകിച്ച് ചില പ്രബോധനങ്ങളും മിഷനറി പ്രവർത്തനങ്ങളും അവരുടെ ഒച്ചപ്പാടൊക്കെ പല ആളുകളെയും വസ്വാസിലാക്കിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. കാരണം അവരിങ്ങനെ പറയാണ് ഈസാ നബി മരിച്ചോട് ജീവിപ്പിച്ചു, മുഹമ്മദ് നബി ജീവിപ്പിച്ചോ. അപ്പൊ നമ്മൾ കേൾക്കണം, നമുക്ക് ശരി തന്നെയാണല്ലോ, അങ്ങനെ തോന്നിപ്പോവാണ്. എല്ലാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടുത്ത ഒരാൾ എന്നോട് ചോദിച്ചു നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ. ഉസ്താദേ അവിടെ തസ്ബീഹാണല്ലോ, താലിമീങ്ങൾക്ക് അറിയാം തസ്ബീഹാണല്ലോ. മുശബ്ബഹ് എപ്പോഴും മുശബ്ബഹിന്റെ താഴെ ആവണമെന്ന് പറഞ്ഞാൽ കമാ സല്ലൈത അലാ ഇബ്രാഹിമ എന്ന ഭാഷ കൊണ്ട് മനസ്സിലായി ഇബ്രാഹിം നബി മുഹമ്മദ് നബിന്റെ മേലെയാണ്. അങ്ങനെയല്ലേ ഇൽമ് എന്ന് ചോദിച്ചു. എല്ലായിടത്തും ആ അർത്ഥം കിട്ടൂല, ഉറപ്പാണ്. ഉദാഹരണം യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ആ കമന്നല്ലേ ഇവിടെയുള്ളത്. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ എന്നവിടെ ഒരു കമ ചേർത്തുകൊണ്ട് നമ്മളെ നോമ്പിനേക്കാളും വലിയ നോമ്പാകരുത് കേട്ടോ.
ഇല്ല, ഒരിക്കലും കിട്ടൂല, എല്ലായിടത്തും അർത്ഥം കിട്ടൂല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും അതൊക്കെ സത്യത്തില് ഈ ഇസ്ലാമിന്റെ ബാഹ്യ മാത്രം നോക്കി പോകുന്ന ചില ആളുകളുടെ അബദ്ധമാണ്. യഥാർത്ഥ സുന്നത്തമാത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊക്കെ അഫ്ളലിയത്തിൽ ഇറക്കിട്ടുറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ എന്ത് നോക്കും, ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീജ്വാലയിൽ വലിച്ചെറിയപ്പെട്ടത് രോമം കരിയാതെ കടന്നത് വലിയ അത്ഭുതമാണ് അല്ലെ? അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രോമം കരിയാതെ കടന്നു എന്നുള്ളതാണ് അത്ഭുതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വലത്തു അടുത്ത് 2 മലക്കുകളുണ്ട്, ഓല് കരിഞ്ഞിട്ടില്ല. അവര് കരിയാത്തത് ആർക്കും അത്ഭുതമല്ല. ഇന്ന് വരെ ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീജ്വാലയിൽ കരിയാതെ കടന്നു എന്ന് അത്ഭുതകരമായിട്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കും. ആ സമയത്ത് 2 മലക്കുകൾക്കും ഒരിക്കലും അപകടം സംഭവിച്ചില്ല എന്നൊരു പ്രഭാഷകൻ പറയാറില്ല. കാരണം മലക്കുകൾ കരിയൂല, മലക്കുകൾ കരിയൂല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പോയൊരു സ്ഥലമുണ്ട്. അവിടെ മലക്കുകൾ കരിയിലാന്നല്ല, മലക്കുകളുടെ പ്രസിഡന്റായ അധ്യക്ഷനായ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്താ പറഞ്ഞത്? ലൗ തഖദ്ദംതു ശിബ്റൻ, ഒരു ചാണകട്ട് കാലിട്ട് വെച്ചാൽ അഡ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ രോമം കരിയാതെ അടറാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിന്നു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ കണ്ടു വന്നിട്ട് പടച്ചോൻ പറയാണ് ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മുടെ കടമ എന്താ ഞങ്ങള്? നമ്മളൊന്നും നോക്കണ്ട. നമ്മളൊക്കെ അള്ളാഹിൽ വിശ്വസിച്ച് റസൂലുള്ള അള്ളാഹിനെ കണ്ടുവന്ന ആളാണ്, സ്വർഗം കണ്ടുവന്ന ആളാണ്, നരകം കണ്ടുവന്ന ആളാണ്. നമ്മുടെ തൗഹീദ് എന്ന പലപ്പോഴും അനുഭവജ്ഞാനമല്ല, അനുമാനജ്ഞാനമാണ്. അത് പിന്നെ യഖീനായിട്ട് മാറുക. അനുഭവജ്ഞാനമാണ് തൗഹീദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആ മഹബത്തിന്റെ ഊരയിൽ കെട്ടിത്തൂക്കിയതാണ്. അവിടെ നിന്ന് കണ്ട് വരുന്നതാണ്. അവിടെ അങ്ങോട്ട് ചാരി നിന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്, അവിടെ ചാരി നിന്നു അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. മഹാന്മാരായ സഹാബാക്കളൊക്കെയും അവിടെ ചാരിന്നു. ആരായിരുന്നു അവര്? ഒരു കാലത്ത് ലോകത്തിന് ആവശ്യമില്ലാതെ വലിച്ചെറിയപ്പെട്ടിരുന്ന, നിർഗുണ പട്ടികയിൽപ്പെട്ടിരുന്ന കാരൻകൂസുകളും റൗഡികളും തമ്മാടികളും കൊലയാളികളും വ്യഭിചാരികളും ആയിരുന്നു അവരിൽ പലരും. അവരെ പേരേക്കുമ്പോഴാ ഇന്ന് സദസ്സിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തെര അലയടിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അവരുടെ ഇടയിൽ അമ്പിളിയായി കുതിച്ചു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരോടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മുടെ എല്ലിന്റെയും തൊലിയുടെയും ഇടയിൽ ഒരു പാട കാണാം. ഇതെന്തിനാണ് ഈ പാട? ഈ പാടെന്തിനാണ്? നേരിട്ട് ഇതിന്റെ പോഷങ്ങൾ വലിച്ചെടുക്കാൻ, എല്ലിൽ നിന്ന് പോഷങ്ങൾ വലിച്ചെടുക്കാൻ ഇറച്ചിക്ക് കഴിയില്ല. അപ്പൊ ഇടയിലൊരു പാട തന്നു. ഈ പാടന്റെ സ്ഥാനത്താണ് റസൂൽ. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഒന്നും ഉൾക്കൊള്ളാനും വലിച്ചെടുക്കാനും പടപ്പുകൾക്ക് കഴിയില്ല. അപ്പൊ റിസാലത്തിന്റെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നായിട്ട് അതിനൊരു ഭാഗത്തെ സെലക്ട് ചെയ്തു. ആ അംബിയാ കുടുംബത്തിലെ രാജാവാണ്, കുടുംബനാഥനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഒരു നബിന്റെ ആവശ്യമില്ല എന്ന് വെറുതെ പറയാണ്. എന്നോടൊരിക്കലൊരു ഒരാള് ചോദിച്ചു, മറ്റേ സോക്കറുള്ള ആളാണ്, എന്നോട് പറഞ്ഞു മുഹമ്മദിന് ദേശം മുന്നേ ഒരു നബി വരൂലേന്ന് ചോദിച്ചു. വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കാൻ വേണ്ടി എന്നെ പെടുത്താൻ വേണ്ടിട്ട് ചോദിച്ചാണ്. എനിക്ക് പിന്നെ മനസ്സിലായത് ഒറ്റടിക്കാൻ ഇല്ല എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിക്കേശൻ ഒരു നബി വരൂല, ഇല്ല, ഉറപ്പാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഈസാ നബിയോ? നബിന് വരണുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ടെങ്കിലും മുപ്പരൊപ്പം നിൽക്കണം. ഇത് കാദിയാനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഒരു 5-8 ആളുകൾ വീട്ടില്, ആൺമക്കള് 6-7 ആളുകൾ എല്ലാരും കൂടി ഒരു വീടുണ്ടാക്കിയിട്ട് ഗേറ്റിങ്ങിൽ ഞാൻ എഴുതിച്ചു നോ അഡ്മിഷൻ എഴുതിച്ചു. ഇനി പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ പ്രവേശനം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ വീട്ടിൽ നിന്റെ ജ്യേഷ്ഠൻ അബുദാബി പോയിട്ട് തിരിച്ചു വരുമ്പോ ഓനിത് വാദ കാണാമെന്ന് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ അബുദാബി പോയി, അല്ലെങ്കിൽ ആകാശത്ത് പോയി നോട്ടെ, ഈസാ നബി ആകാശത്ത് കാലം പോയി. അയാൾ തിരിച്ചു വരുമ്പോ
ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തുപോയിട്ട് തിരിച്ചു ഈ നോ അഡ്മിഷൻ മുമ്പർക്ക് ബാധകല്ല എന്ന പോലെ അംബിയ കുടുംബം പൂർത്തിയായി ഗേറ്റിങ്ങിൽ എഴുതിച്ചു മുസ്തഫ നബി ലാ നബിയെ ബാധി, ഇനി ഒരാളും കൊണ്ട് വരണ്ട. ഇതിന്റെ ഉള്ളിൽ ഒരാൾ മേലേക്ക് പോയിട്ട് തിരിച്ചെന്ന ഈ ലാ നബിയെ ബാധി മുമ്പർക്ക് ബാധകല്ല. ഒന്ന്. രണ്ടാമത്തത് ഈസാ നബിനെ വരുന്നത് ഇഞ്ചിയിൽ പഠിപ്പിക്കാനല്ല. അല്ല, ഈസാ നബി വരുന്നത് ഈസാ നബിന്റെ ശരീരത്ത് കാമാ പറയില്ല. ഈസാ നബിന് വരുന്നത് ഈ ഉമ്മത്തിലെ മുജദ്ദിദായിട്ടാണ്. അത് ഈസാ നബി ചോദിച്ചു വാങ്ങിയതാണ്. ഇനിയൊരു പ്രവാചകന്റെ പ്രശ്നമില്ല. എല്ലാരും മുട്ടി നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ ബിദിക്രില്ലാഹ് മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം. ദിക്റുല്ലാഹ് ഐ മുഹമ്മദ്. തഫ്സീർ മനസ്സിന് സമാധാനം വേണോ? മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിൽ കയറണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ വലിയ കച്ചവടക്കാരനായിരുന്നു. പൊതുവെ ഒരു കച്ചവടക്കാരുടെ സ്വഭാവം എന്താ വെച്ചാല് ഓല് എല്ലായിടത്തും ഉണ്ടാവും, എവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണ് അല്ലെ? ഏതെങ്കിലും പെട്ടിക്കട നടത്തുന്ന ആൾക്കാരെ കുറിച്ചല്ല ഈ പറയുന്നത്. വലിയ വലിയ കച്ചവടക്കാര് അറിയപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊന്നും മുമ്പിൽ ഉണ്ടാവില്ല, ഇന്നുണ്ടാവും, ഇന്ന് എല്ലായിടത്തും ഉണ്ടാവും. അത് കച്ചവടത്തിന്റെ ട്രിക്കാണ്. അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് പറയണം, പിന്നെ ആ മക്കയിൽ അറിയപ്പെട്ട കച്ചവടക്കാരനാണ്, നിങ്ങളെനിക്ക് യാതൊരു തർക്കമില്ല, ഞാൻ എല്ലായിടത്തും ഉണ്ടാവും, മുമ്പിൽ ഉണ്ടാവില്ല എന്നല്ലേ പറയേണ്ടത്? അതല്ലല്ലോ പറഞ്ഞത്. മുഹമ്മദ് നബിയാണ് കിട്ടിയപ്പോ കച്ചവടം മറന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. പിന്നെ കച്ചവടത്തിന് കിട്ടുന്ന സമാധാനമൊന്നുമല്ല, റസൂലുള്ളാഹിനെ കിട്ടിയപ്പോ ഒക്കെ അങ്ങോട്ട് മറന്നു, പിന്നാലെ അങ്ങോട്ട് കൂടി. ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സാന്ത്വനം, ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ കുളിർമ അത് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് സിദ്ദീഖിന്റെ മുതൽ ഉപകരിച്ചതുപോലെ ഒരാളുടെയും മുതൽ എനിക്ക് ഉപകരിച്ചിട്ടില്ല. ഇത് റസൂലുള്ളാഹി പറഞ്ഞു തീർക്കേണ്ട താമസോ? ആ സദസ്സിൽ നിന്നൊരു ഏങ്ങലടി കേൾക്കുകയാണ്, പൊട്ടി പൊട്ടി കരച്ചിൽ കേൾക്കുകയാ. സ്വഹാബ അത്ഭുതപ്പെടുകയാ, ആരാണ് ഈ കരയുന്നത്? എന്തിനാണ് ഈ കരയുന്നത്? നോക്കുമ്പോൾ കരയുന്നത് ആരാന്നറിയോ? സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സിദ്ദീഖ് എന്ത് പറ്റി, എന്തിനാ നിങ്ങൾ കരയുന്നത്? നബിയെ, സിദ്ദീഖിന്റെ മുതലെന്ന് പറയണോ? ഞാനും എന്റെ സമ്പത്തും നിങ്ങളതല്ലേ, പിന്നെ എന്താ ഇവിടെ സിദ്ദീഖിന്റെ മുതല്? അത്ര റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ രഹസ്യവും പരസ്യവും സമർപ്പിച്ച് അലിഞ്ഞു ചേർന്ന മഹാനാ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രായം 63. പക്ഷെ ഈ ഉമ്മത്തിൽ 200 വയസ്സ് ജീവിച്ച ആളുണ്ട്. ഷെയ്ഖ് അബൂ ഷുജാ അവര് കിടക്കുന്നത് മദീനയിലാണ്. മദീനയിൽ അള്ളാഹിന്റെ റസൂലിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഖത്താബിന്റെയും ചാരം മറ്റൊരാൾ കിടക്കുന്നുണ്ട്. ഷെയ്ഖ് അബൂ ഷുജാ വലിയ മഹാനായിരുന്നു. 200ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. മരിക്കുന്ന സമയത്ത് ഒരൊറ്റ മുടി നരച്ചിട്ടില്ല. എനിക്കിപ്പോ 40 ദഹനുള്ളൂ, അപ്പോഴേക്കും മുടി നരച്ചോളൂ അല്ലേ? 200 വയസ്സ് കഴിച്ചിട്ട് ഒരൊറ്റ മുടി നരച്ചിട്ടില്ല. കാരണം എന്താ? ഞാൻ ഇപ്പൊ പറയാം. അപ്പോ അങ്ങനെ ഒരു മഹാൻ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് 200 ഉണ്ടെന്ന് കൂട്ടുക, എല്ലാരും കൂടി അങ്ങോട്ട് കൂടി. എന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മിനിറ്റിന്റെ ദർജയിലെത്തൂല. എന്തേ കാരണം? കൂടുതൽ കാര്യം ചെയ്തതല്ല, കൂടുതൽ കാലം ചെയ്തതല്ല, കൂടുതൽ കാര്യം ചെയ്തതല്ല, കൂടുതൽ കാലം ചെയ്തതല്ല. പിന്നെ എത്തേണ്ട അടുത്താണ്ട് എത്തി, ഒട്ടേണ്ട അടുത്താണ്ട് ഒട്ടി, മുഹമ്മദ് നബിയിൽ അങ്ങോട്ട് ലയിച്ചു. അതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്, സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു. സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു.
എന്തുകൊണ്ട്? സിദ്ദീഖിന്റെ ഖൽബിൽ മുഴുവനും, മജ്ജയിൽ മുഴുവനും, രക്തത്തിൽ മുഴുവനും, തലച്ചോറിൽ മുഴുവനും, ചിന്തയിൽ മുഴുവനും, മനനത്തിൽ മുഴുവനും, ആർത്തിയിലും മോഹത്തിലും കൊതിയിലും വിശ്വാസത്തിലും മനസ്സാ വാചാ കർമ്മന ഒട്ടി നിന്നു ഈ മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ ഒരർത്ഥം. ഇഹ്ദി, നീ ഉറപ്പിച്ച് ഒട്ടിച്ച് നിർത്തണേ, ഉറപ്പിച്ച് നിർത്തണേ ഞങ്ങളെല്ലാവരും സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് നബിയിൽ എന്ന് അതിന്റെ തഫ്സീർ ഇമാം ഖാളി ഇയാദ് അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചത് കാണാം. അപ്പോ മഹാന്മാരുടെ കൂടെ ഒട്ടി നിൽക്കാതെ പിന്നെ ഈമാൻ എന്നുള്ള സംഗതി തന്നെ ഒരു റിസാലത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്താൽ കുഫറിലെത്തും. അതാണ് അദ്വൈത സിദ്ധാന്തമൊക്കെ. സത്യത്തില് ശങ്കരാചാര്യാണെങ്കിലും ആരാണെങ്കിലും റിസാലത്തിന്റെ വെളിച്ചത്തിലേക്കാണ് അത് കൈകാര്യം ചെയ്തെങ്കിൽ ഇപ്പൊ കുത്തുബായിട്ടുണ്ടോ? പക്ഷെ എന്താണ് ട്രാക്ക് ഉണ്ടായില്ല. മരുന്ന് വെക്കണമെങ്കിൽ ഒരു ഫുട്പാത്ത് വേണം, അതിന്റെ ഒരു സ്ഥലം വേണം, ട്രാക്ക് ഉണ്ടായില്ല. സ്വയം മനസ്സ് പറയുന്ന അനുസരിച്ചുകൊണ്ട് വിശ്വാസാന്ത് കൈകാര്യം ചെയ്തു, കുഫ്രിന്റെ ചളിയിൽ പോയി വീണു. അതാണ് റിസാലത്തിന്റെ വെളിച്ചത്തിൽ അള്ളാന്റെ റസൂൽ പറയുന്ന പടച്ചോൻ ഏതാണോ അതാ പടച്ചോൻ. നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, അള്ളാന്റെ റസൂൽ പടച്ചോനായിട്ട് എന്താ പറഞ്ഞത് അതാണ് പടച്ചോൻ. ആകാശം നിർമ്മിച്ച അള്ളാഹ് എന്ന് പറഞ്ഞ പടച്ചോനാവില്ല, അത് കാഫിര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കേണ്ടത്, ആരാണ് വിജയിക്കേണ്ടത്, വിജയം എന്താ എന്ന് കാണിച്ചു തരേണ്ടത് മഹാന്മാരാ. ഏതൊരു സംഗതി എങ്ങനെ ഇപ്പോ സത്യത്തില് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ കാര്യം. കാരണം ഈമാനെ ഒന്ന് പോറലേൽക്കാതെ സലാമത്തായിട്ട് അക്കരെ എത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്ടിക്കൂടെ എന്താ ഞങ്ങള് ഹൈവാനിയത്തുണ്ട്, ശൈത്താനിയത്തുണ്ട്, മലക്കിയത്തുണ്ട്. ഹൈവാന് വേണ്ടത് ഭക്ഷണം, ശൈത്താന് വേണ്ടത് സ്വറയം. അതുകൊണ്ടാണ് റമദാൻ അള്ളാഹു തആല രണ്ടുകൊണ്ട് ബ്രേക്ക് ഇട്ടത്. അതെന്താ? മലക്കിയത്ത് കണ്ട് കൊലബത്താവണം, എന്നിട്ട് മനുഷ്യനൊരു മുമ്മിനായിട്ട് ജീവിച്ച് കാണിച്ചു. ഇവിടെ നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് അത് വലിയൊരു സ്വത്താണ്. മലകളും പാറകളും പർവ്വതങ്ങളും ഏറ്റെടുക്കാത്തത് വഹമലഹൽ ഇൻസാൻ, ആദം നബി ഏറ്റെടുക്കുക. ഇന്നഹു കാന ലലൂമുൻ ജഹൂല, മലക്കളുടെ ഭാഷയിൽ മനുഷ്യൻ ലലൂമുൻ ജഹൂല. ഇന്നഹു നിശ്ചയം മനുഷ്യൻ, കാന അവനായിരിക്കുന്നു ലലൂമുൻ ജഹൂല, ലലൂമു ജഹൂലായിരിക്കുന്നു. ആരെ വിശ്വാസത്തിൽ? മലക്കളുടെ വിശ്വാസത്തിൽ. അതാണ് മലക്കൾ പറഞ്ഞത് അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. മലക്കളുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ അത് നമ്മൾ തിരുത്തുന്ന റമളാനിലാണ്. റമളാനിൽ നമ്മൾ അങ്ങോട്ട് തിരുത്തുക. മലക്കൾ അത്ഭുതപ്പെടുക. കാരണം വിശപ്പും ദാഹവും ഉദര മോഹവും അധരമോഹവും അതുപോലെ ഗുഹ്യമോഹമൊക്കെ ഉള്ള ഒരു വിഭാഗം ആളുകൾ അധരത്തെയും ഉദരത്തെയും ഗുഹ്യത്തെയും ബ്രേക്കിട്ട് പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ട് മലക്കൾ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ മലക്കൾ പഴയ കാലത്ത് പറഞ്ഞത് തിരിച്ചാണ്. അതിനും കൂടിയാണ് നോമ്പ്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അമാനത്ത് ശൈത്താനാകുന്ന കൊള്ളക്കാരന്റെ കയ്യിൽ കിട്ടാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന പരലോകത്തൊന്നാണ്ട് എത്തിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താ? ഇങ്ങനെ എത്തിച്ച ആൾക്കാർ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അവരെ ചരിത്രം പഠിച്ചിട്ട് അവരെ ബാക്കിൽ അങ്ങനെ പോവാം. ഒരു പുതിയാപ്പിള പോകുന്ന സമയത്ത് പെണ്ണിന്റെ വീട് അറിയുന്ന വണ്ടിയാണല്ലോ മുമ്പ് പോലെ. ആർക്കാ അറിയാത്തത് അല്ലേ? പെണ്ണിന്റെ വീട് അറിയുന്ന ആളുകളാണ് മുമ്പ് പോലെ. എന്നിട്ട് ആ വണ്ടിക്ക് അനുസരിച്ച് ബാക്കിലുള്ള വണ്ടികൾ പോവാം. എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഏതൊരു കാര്യം എങ്ങനെ ഒരു ഡ്രൈവിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ മനപ്പാടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏറ്റവും സെറ്റ് വരെ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ട സകല പുസ്തകങ്ങളും വാങ്ങിയിട്ട് നന്നായിട്ടാണ് വായിച്ചു പഠിച്ചു. ഇനി ചാവി വണ്ടി കിട്ടിയാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിൽ ചാവി എന്നാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഡ്രൈവിങ്ങിന് ഇരിക്കാം, പക്ഷെ ആംബുലൻസ് ബാക്കിൽ വെക്കേണ്ടി വരും. അതാണുള്ളത്. നേരെ മറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചില്ല എന്നിട്ടാ, ഒരു പുസ്തകം വായിച്ചില്ല, പക്ഷെ നല്ലൊരു ഡ്രൈവറെ കൂടെ 2 മണിക്കൂറാണ്ട് ഇരുന്നു വണ്ടി എനിക്ക് ഓട്ടം കഴിയും ചാവി കിട്ടിയത്. ഇവിടെ പഠിച്ചതല്ല, പഠിച്ച ഒരാളൊപ്പാണ് നിന്ന് കൊടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1 മിനിറ്റ് സഹവദിച്ചുകൊണ്ട് ഈമാനോടെ മരിച്ച ഒരു സ്വഹാബിയുടെ സ്ഥാനത്ത് 10,000 ശൈഖ് ജീലാനി വന്നാലും എത്തൂല. റസൂലുള്ളാഹിനെ കാണൽ മറ്റൊരു കാര്യമാണ്. കാണാത്ത സ്വഹാബാക്കൾ ഉണ്ടായിരുന്നില്ല, അന്ധന്മാർ, കണ്ണ് കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നല്ലോ.
കാണൽ മറ്റൊരു കാര്യം. റസൂലുള്ളാന്റെ കൂടെ ഒരു മിനിറ്റ് സഹവസിച്ച് ഈമാനോടെ മരിച്ച ഒരു സഹാബിയുടെ സ്ഥാനത്ത് 10,000-കണക്കിന് റിഫായി ഷെയ്ഖ് വന്നാലും ഖാജാ മൊയ്തീന്മാർ വന്നാലും എത്തൂല. അവര് മഹാന്മാരാ, പക്ഷെ ഇവിടെ എത്തൂല. എന്തുകൊണ്ട്? ഈ സഹവാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഈമാൻ വേറെ ഒന്നുകൊണ്ട് കിട്ടൂല. വായിച്ചാലും സീഡി കേട്ടാലൊന്നും ഈ ഈമാൻ ഉണ്ടാവൂല. സീഡി ഇങ്ങനെ കേട്ട ഒരു വികാരം ഇങ്ങനെ അളവും. നരകം, സ്വർഗം, ഇതൊക്കെ സീഡി ആയിട്ടുണ്ടാവും. പക്ഷെ വേറെ സീഡി ആയിട്ടാണ് പോകും ചെയ്യും. ഒരു യുക്തിവാദിന്റെ പ്രസംഗത്തിന് സീഡി ആയിട്ടാലോ, ഇതാപ്പ സ്വർഗം, ഇതാപ്പ പക്ഷാന്. അത് നല്ല സീഡി എപ്പോഴും കേൾക്കുന്നത് നല്ലതാണ്. പക്ഷെ നല്ലൊരു മനുഷ്യന്റെ കൂടെ നിന്നിട്ട് കിട്ടണ ഈമാണ്ടല്ലോ, അതൊരു സീഡി കൊണ്ടും ഒരു പേജ് കൊണ്ടും കിട്ടൂല. അബൂയൽ ഇസ്ലാമി എന്ന മഹാൻ തന്റെ ഷെയ്ഖിന്റെ അരികൾ 10 കൊല്ലത്തോളം ഒറ്റ ഇട്ട. ഷെയ്ഖ് ഇങ്ങോട്ടൊന്നും മിണ്ടിട്ടില്ല, ഇവരങ്ങോട്ടൊന്നും മിണ്ടിട്ടില്ല, ഒന്നും മിണ്ടിട്ടില്ല. 10ാമത്തെ കൊല്ലത്തിൽ ഷെയ്ഖ് പറഞ്ഞു, എന്റെ അലമാരയില്, എന്റെ റൂമിലെ അലമാരയില് ഒരു പഴയ കിതാബുണ്ട്, തൊട്ടാ പൊട്ടും, അങ്ങനെ ആയിരിക്കണം, അവൻ നിർത്തുണ്ടാകും. അപ്പൊ അബൂയൽ പറഞ്ഞു, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല. അപ്പോ ഷെയ്ഖ് ചൂടായി. 10 കൊല്ലം എന്റെ റൂമിൽ ഇരുന്നിട്ട് പിന്നെ എന്തേന്ന് പണി? എന്റെ റൂമിൽ 10 കൊല്ലം ഇരുന്നിട്ട് എന്തേന്ന് പണി? ആ കിതാബ് കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ വന്നിരിക്കണേ? അപ്പൊ അബൂയൽ പറഞ്ഞു, എന്റെ കിതാബ് അവിടുത്തെ മുഖാണ്, എന്റെ ഇബാറത്ത് നിങ്ങളെ അതരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന അക്ഷരങ്ങളാണ്, എന്റെ എല്ലാം നിങ്ങളാണ്. അപ്പൊ വലിയ കിതാബ് മുമ്പിലുണ്ടാവുമ്പോ മറ്റത് ഞാൻ നോക്കിയിട്ടില്ല. അതിലാണ് ഷെയ്ഖ് ആർട്ടിക്കിൾ താൽമ കൈവച്ചത്. അതാണ് കൊടുക്കല്. ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാറ്റടിച്ചാൽ മാറിപ്പോവും, അല്ലെങ്കിൽ എലിക്കാഷ്ടം വീഴും, അല്ലെങ്കിൽ കയറിയാൽ പിന്നെ വേറെയുള്ള റെക്കമെൻഡ് വേണം വേറെ ഒന്ന് കിട്ടാൻ. പക്ഷെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഗുരുത്താണ്. അത് കിട്ടിയ ഓനോ വരും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തട്ടെ, അല്ലാഹു തആല നമ്മളൊക്കെ പെടുത്തട്ടെ. അപ്പോ കാണാനുള്ള മറ്റൊരു കാര്യം, ഈ സഹവാസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ നാട്ടിലുള്ള 200 മജൂസികൾ ഒരുമിച്ച് കൂട്ടി. തീയാരാധകര്, ബിംബാരാധകര് എല്ലാരും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവർക്ക് നന്നായിട്ടൊരു ഭക്ഷണമാണ് കൊടുത്തത്. ദൈവത്തിന്റെ മുന്നോടിയാണ് കേട്ടോ. ദൈവത്തിൽ ചിലപ്പോൾ സർക്കാരൊക്കെ ഉണ്ടാവും. നല്ലൊരു ഭക്ഷണമാണ്, സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. ഭക്ഷണമാണ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി, നീ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അതിന് ഓല് പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളെ വകയാണ്, അവരന്ന് അത് പറയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ പറയാനുള്ളത് പറഞ്ഞോളി. ഭക്ഷണക്കാണ്ട് കഴിച്ച് ഏമ്പക്കം പെടാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തോടത്ത് ഉപകാരം ഒരുക്ക് മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കാലങ്ങളേറെയായി നിങ്ങൾ തീനെ ആരാധിക്കാൻ, ബിംബത്തിനെ ആരാധിക്കാൻ. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ഖാലിഖായ റബ്ബിനെ ഇന്ന് വരെ സുജൂദ് ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ആവശ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു സുജൂദ് ചെയ്യുമോ? അല്ലാഹുവിന് സുജൂദ് ചെയ്യുമോ? അതിൽ ഇവരാണ്ടോട്ട് നോക്കി, ചോറ് നിന്നിട്ട് ഇതാ പരിപാടിയിലെ, ഇതാണ് പരിപാടിയിലെ. അതിൽ ചിലര് പറഞ്ഞു, ഇങ്ങനൊക്കെ തിന്നാൻ തന്നൊരു മനുഷ്യന് ഒരു പടച്ചോനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ഒരു സുജൂദ് വെച്ചു കൊടുത്തില്ലെങ്കിൽ മോശല്ലേ? നമ്മളെ വയറൊക്കെ കണ്ടില്ല, ചപ്പി വന്നത് നടന്നേ, എന്തെല്ലാം പൈലും കിടക്കുന്നത്. ഇനി ഒരു സുജൂദ് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ വല്ലേനും പറ്റുമോ എന്നൊരു വിഭാഗം. അപ്പൊ മറ്റേ വിഭാഗം പറഞ്ഞു, അതിപ്പോ നമ്മളിപ്പോ ഇബ്രാഹിം പറഞ്ഞ പടച്ചോന് സുജൂദ് ചെയ്താലേ നമ്മളെ പടച്ചോന്മാരെ നമ്മളോട് പിണങ്ങുന്ന, അത് നമ്മളെ പടച്ചോന്മാരാരാ? ഈ ബിംബം ഒക്കെ നമ്മളോട് പിണങ്ങുന്ന. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടായി. ഓല് പറഞ്ഞു, പിണങ്ങിക്കോട്ടെ, നമുക്ക് അവിടെ പോയിട്ട് എന്ത് പറയാം? ഇബ്രാഹിം ഭക്ഷണമൊക്കെ തന്നപ്പോ നമ്മൾ തമാശയിൽ അടിച്ചു കൊടുത്ത സുജൂദാണ്, കാര്യത്തിലുള്ള അനുഭവത്തിൽ തന്നെ എന്ന് പറയുന്നതാണ്. അങ്ങനെ 3 ഗ്രൂപ്പായി. നമ്മൾ ഇബ്രാഹിം എങ്ങനെയൊക്കെ ഭക്ഷണം തന്നപ്പോ ഒരു സുജൂദ് ഖാലിഖിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്രാഹിം പറഞ്ഞ പടച്ചോന് ഒരു സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് അവിടെ അടിച്ച സുജൂദ് തമാശയാണ്. കാര്യത്തിലുള്ള സുജൂദ് അത് എന്റെ മുമ്പിൽ തന്നെയാണ് എന്ന് നമുക്ക് നമ്മളെ പടച്ചോനോട് പറയാം എന്ന് മൂന്നാമത്തെ ഒരു വിഭാഗം പറഞ്ഞപ്പോ അത് ശരിയാന്ന് എല്ലാവർക്കും തോന്നി. 200 ആളുകളും ഒരൊറ്റ സുജൂദ. അതിൽ ഇബ്രാഹിം നബി കൈ വന്നിച്ചു അള്ളാഹിനോട്, പടച്ചോനെ, അല്ലാഹുവേ, എനിക്ക് പറ്റണേ ഞാൻ ചെയ്തു റബ്ബേ, ഇതെനിക്ക് പറ്റണ പണിയാണ്. അവരൊക്കെ വിളിച്ചു വരുത്തി, നീ നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഞാൻ കൊടുത്തു, അതെനിക്ക് നീ തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, എന്റെ കഴിവ്, എനിക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുമാണ്, അത് വെച്ചിട്ട് ഞാൻ ഇവിടെ പണിയെടുത്തു.
കൽബിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയൂല റബ്ബേ, മുഖല്ലിബുൽ ഖുലൂബിനിയ. അതുകൊണ്ട് റബ്ബേ, ഇവരെല്ലാം സുജൂദിൽ നിന്ന് തലപൊക്കുന്നതിന്റെ മുമ്പ് അവരുടെ കൽബിൽ തൗഹീദ് നീ നിറക്കണേ അല്ലാ. ഈ 200 ആളുകൾ സുജൂദിൽ നിന്ന് തലപൊക്കിയ ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന ഇബ്രാഹീം റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു എന്ന് ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുകയാ. എണീറ്റപ്പോഴേക്ക് എല്ലാരും ഷഹാദത്തിലിമല്ലി മുസ്ലിമീങ്ങളായി. കാരണം എന്താ? ഇബ്രാഹിം നബി വിളിച്ചപ്പോ വന്നു, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു, ഇബ്രാഹിം നബിന്റെ കൂടെ ഒന്ന് ചാരിയെന്നു, കൽബിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സ്നേഹം തുറന്നു. അതോടുകൂടി തൗഹീദ് അങ്ങോട്ട് കയറി. മഹാന്മാരെ ഒട്ടി നിന്നാൽ കിട്ടുന്ന നേട്ടം. മൂസാ നബി അലൈഹി സ്വലാമിനോട് മത്സരിക്കാൻ വന്ന സാഹചര്യങ്ങൾ കൊടിയ കാഫിര്യങ്ങളല്ലായിരുന്നോ? കൊടിയ കാഫിര്യങ്ങൾ. പക്ഷെ മൂസാ നബിനോട് ഒരു അദബ് കാണിച്ചു. എന്താ അദബ്? മൂസാ നബിനോട് ഒരു അദബ് കാണിച്ചു. അദബ് അടിസ്ഥാന എന്താ അദബ്? നിങ്ങളാണോ തുടങ്ങേണ്ടത് നമ്മളാണോ? അതൊരു നബിയോട് ചോദിച്ച അദബ. ആ അദബിന്റെ ബർക്കത്തോണ്ട് എല്ലാവരും മുസ്ലിമീങ്ങളായത് എന്ന് മഹാന്മാരായ ആരിഫ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും മുസ്ലിമീങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിനോട് പറഞ്ഞ ഭാഷണങ്ങൾ നോക്കൂ. അൽക്കി അസാക്ക, അവിടുന്ന് പാമ്പുകളൊക്കെ കൂടി കണ്ട് വരികയല്ലേ. അവരോട് തുടങ്ങാൻ പറഞ്ഞ അവര് തുടങ്ങിയൊക്കെ കുടുത്തം വിട്ടു. പാമ്പുകളെ കണ്ടപ്പോ മൂസാ നബിക്ക് പേടിയായിക്കണം തന്നെയാണ് ചില തഫ്സീറിലൊക്കെ പറയുന്നത്. ഇബ്നു കസീർ എന്ന് പറയുന്നുണ്ട്, പേടിച്ചിട്ടുണ്ട് തന്നെ പാമ്പുകൾ ഇങ്ങോട്ട് വരികയല്ലേ. അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. സാഹിര്യങ്ങൾക്ക് പേടി ഉണ്ടാവില്ല, അവർക്കൊരു ഫോർമുല ഉണ്ട്. മാജിക്കിന്റെ ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല, കാരണം അവർക്ക് ഇങ്ങനെ ഒരു മാജിക്കിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ കോമാളികളെ വീടുകൾ കണ്ടുക്കണം. നമ്മളെ ശ്രദ്ധ തിരിക്കണം. അല്ല, നിങ്ങൾ പഴയ കാലത്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും ഇടയ്ക്ക് ഈ കോമാളികളെ, ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു മാജിക് കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു പരിപാടി നടത്തിയ പിന്നെ 4 കോമാളികളുണ്ട്. എന്താണ്? ഇന്ന് എല്ലാവരും കണ്ണു അയിമലാണ്, അതിനിടയിൽ മറ്റൊരു പണിയെടുക്കണം. അപ്പൊ ഇവര് ഈ മനുഷ്യന്മാരെ കണ്ണ് തെറ്റിക്കുക എന്നൊക്കെ ഒരു ട്രിക്കാണ്. അപ്പൊ അവർക്ക് അതിന്റേതായ ഒരു രൂപരേഖ ഉണ്ടാവും, അത് തെറ്റൂല, അവർക്ക് ബേജാറുണ്ടാവില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നുമില്ല, അള്ളാഹുവാണ്. അപ്പൊ ചിലപ്പോ ഒരു പേടി ഉണ്ടാവും എവിടെ എത്തുക എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാമൊക്കെ മോചിതത്താണല്ല ചെയ്യുന്നത്. അവിടെ സാഹചര്യങ്ങളെ പോലെ കയ്യിലൊന്നുമില്ല, രൂപരേഖ ഇല്ല, ഫോർമുല ഇല്ല. പടച്ചോൻ പറഞ്ഞു വടിയിട്ടു, പക്ഷെ ഇത് എന്താന്നൊരു കുറിച്ചില്ല. അവിടുന്നാണെങ്കിലോ ഭയങ്കര സൈസ് പാമ്പുകളെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അവിടെ മഹാന്മാരായ സൂഫിയാക്കൾ രസകരമായ ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ അല്ലാഹു തആല മൂസാ നബിനെ കമാലിയത്തിന്റെ തവക്കുലേക്ക് കൊണ്ടുപോകുന്ന. കാരണം പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ്, അല്ലേ? നായനെ കണ്ട ആകെയുള്ള ധൈര്യം കല്ലാണ്, പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു, വടിമ കൂടണ്ട, അവരെത്താൻ വടിമ വല്ലാതെ കൂടണ്ട, അതവിടെ എത്താറുണ്ട്. എന്നിട്ട് വരി, നമ്മള് പണിയെടുത്തോളാം. അതാണ് അതിന്റെ ഇഷാറത്ത്. മൂസാ നബി വടിയിട്ടു. ഇനി എന്താ? ഒന്നുമില്ല, ഒരവലംബമില്ല, ഒന്നും എത്തിമാതില്ല, അടിയിട്ടു. അപ്പൊ അള്ള പണി തുടങ്ങി. അള്ളാഹുവിലേക്കാണ് മുറിഞ്ഞു വീണ അള്ള നമ്മള് പണിയെടുക്കും, ഉറപ്പാണ്. റമദാനിലൊക്കെ പ്രഭാഷകന്മാർ, ഇപ്പൊ സലാഹുദ്ദീൻ വൈസിക്കാണെങ്കിലും 2-3 പരിപാടി ഉണ്ടാവും. ചിലപ്പോ എനിക്കുണ്ടാവില്ല 2-4 പരിപാടി. സത്യത്തിൽ അള്ളാഹിനെ പറയേൽപ്പിച്ചില്ലെങ്കിൽ നോമ്പറക്കൂല. ഇങ്ങനത്തെ മൈക്കിലെ തൊള്ളിയും പോലും കൂട്ടുന്ന കഴിഞ്ഞിട്ട് മറ്റോടത്ത് പോകണം, പിന്നെ വേറെ അടുത്ത് പോകണം, നോമ്പറക്കായിരുന്ന തല കറങ്ങും. ഇവിടെ നേരെ മുളക്കുമ്പോ അള്ളാനാണ്ട് ഏൽപ്പിക്കാൻ, പിന്നെ പണി അള്ള എടുത്തോളൂ, നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര പ്രസംഗിച്ചാലും ഒരു ക്ഷീണമില്ല. അതുകൊണ്ട് അസർ വരെ ഞങ്ങൾ ഇരുത്തി പ്രസംഗിക്കുന്നത് പേടി നിങ്ങൾക്ക് വേണ്ടായിരുന്നു, അതല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ അള്ളാനെ അങ്ങോട്ട് ഏൽപ്പിച്ച പണി അള്ളോടൊന്നും ഏത് കാര്യം മാറാൻ കണ്ട് തീരുമാനിച്ചാൽ മതി, ബാക്കി അള്ള തീരുമാനം കണ്ട് വരണം. റമദാൻ വന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഷാബാലിലെ കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, ഷാബാലിൽ വ്യഭിചരിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, റമദാനിന് കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിച്ചോളൂ. ഇപ്പൊ നന്നായിട്ടില്ലെങ്കിൽ എപ്പോഴാ നന്നാകാ? നാളെ ഒരാൾ വിളിച്ചിട്ട് ഒരു മസല വെച്ച് ഒരു സംശയം, റമദാന് ശൈത്താന്മാരൊക്കെ ചങ്ങലക്കിടുന്നല്ലോ ഉസ്താദെ പറഞ്ഞത്. ഞങ്ങളെ നാട്ടിലെ കമ്മുകൂട്ടി കള്ളുടിക്കണ്ടല്ലോ, ശൈത്താൻ ചങ്ങലമാണെങ്കിൽ അങ്ങനെ മുമ്പ് കള്ളുടിക്കാൻ വെച്ചു. എന്താണെന്നറിയോ? ശൈത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ചങ്ങലക്കിടുന്ന ശൈത്താന്മാര് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ശൈത്താന്മാരാണ്. മനുഷ്യന്മാരെ കൊടുത്തലും ശൈത്താന്മാരുണ്ടെന്ന് ഖുർആനിലുള്ള ഓലെ ചങ്ങലക്കിടുന്ന കമ്മിറ്റിക്കാരാണ് പഠിച്ചത്. റമദാനിലെ കള്ളുടിച്ചാൽ ഓനെ ഇബ്ലീസ് ബാപ്പിച്ചോന്ന് പറയണ്ടേ? ഓൻ തന്നെ ഇബ്ലീസ് അഭിനന്ദനം പുറത്തുനിന്ന് ബാപ്പിക്കും.
അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ള രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശപിക്കപ്പെട്ട പിശാചിന്റെ ശരീരത്തെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. രണ്ടാമത്തെ അർത്ഥം ഞാൻ തന്നെ ശപിക്കപ്പെട്ട പിശാചാവുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. രണ്ടർത്ഥമുണ്ട്. ഇവൻ തന്നെ പിശാചായി നീ എന്തിനാ പുറത്തുനിന്ന് വരുന്ന വേർപ്പിക്ക? അതുകൊണ്ട് റമദാനിൽ തമ്മാടിത്തരം ചെയ്താൽ ഏകദേശം നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കാൻ ആരൊക്കെ കുടിക്കണമെന്ന് ഓല ഉറപ്പിച്ചോട്ടെ, നന്നാവാൻ അവസരം ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലവരെ കൂടെ കൂടുക, അവരാണ് നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല വാള് പറയാൻ വേണ്ടി ഒരു സദസ്സിലേക്ക് കടന്നു വരികയാ. അല്ലാ ഒരു ചെറിയ കുട്ടിയുടെ കാലിലങ്ങ് ചവിട്ടുകയാ. വാള് പറയാൻ വരുമ്പോ നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ. കുട്ടീനെ കാൽമ ചവിട്ടി. കുട്ടിയാണെങ്കിൽ പുറത്തപ്പെട്ട കുട്ടിയാണ്. ഈ കുട്ടിയാണ് കാൽമ ചവിട്ടി പോകണില്ല, അറിയാത്ത മാതിരി. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, പുറത്തപ്പെട്ട കുട്ടികളായി. കാൽമ ചവിട്ടിയാണ് മിണ്ടാതെ പോകണില്ലേ. ഞാൻ അള്ളാനോട് പറയുന്നത്, അടച്ചോനെ അള്ളാനോട് പറയുന്നതപ്പോ ബോധം കെട്ട് വീണു അബൂ ഹനീഫത്തുൽ കൂഫി. ഞാൻ അങ്ങനെ അതിന് സ്റ്റേജിൽ കയറുമ്പോ ഒരു കുട്ടിയെ കാലം ചവിട്ടി. കുട്ടിനോട് പറയാണ് ചവിട്ടിക്കാണ്ട് മിണ്ടാതെ പോലെ. അള്ളാനോട് പറയുന്നത് ഞാൻ എന്താ ചെയ്യാ, ഏതായാലും പറയല്ലേ ഒരു ചവിട്ടും കൂടി കൊടുക്കും മുതലാട്ട്. അല്ല, ഒരു ചവിട്ടൊന്നും പറയാൻ നിൽക്കണ്ട, വരുമ്പോ ഒരു മുതലാണല്ലോ. രണ്ടു നിങ്ങൾ ചിരിക്കേണ്ട, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ കണ്ടോ ഒരു ചെറിയ പൈതൽ ഞാൻ അള്ളാനോട് പറയുന്ന പറഞ്ഞപ്പോ അബൂ ഹനീഫ ബോധം കിട്ടും. ബോധം തെളിഞ്ഞപ്പോ വാലയേക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലോ, ഉസ്താദെ അതൊരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീന്റെ സ്വഭാവം അങ്ങനെയാണ്. അതിൽ അബൂ ഹനീഫ പറഞ്ഞു, ചെറിയ കുട്ടിയെന്ന് നിസ്സാരപ്പെടുത്ത ആ കുട്ടി പറഞ്ഞെങ്കിലും അറിയാം, എന്നെ അള്ളാന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാക്കുന്ന പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അവിടെ പൂർണ്ണമായല്ലോ. ഇത് മദ്ഹബിന്റെ ഇമാമായ ഹദീസിന്റെ ലക്ഷപ്രഭു അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഖൽബ് ഇങ്ങനെ മാറിയത് എങ്ങനെയാ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ പട്ടിക്കാട് ജാമിഅ നൂരിയിൽ ദർസ് നടത്തുമ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് ഓതുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് മൗനിയാവുകയാണ്. തഫ്സീർ പറയുന്നില്ല. ആ സമയത്ത് അലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, അവിടുത്തെ ശിഷ്യന്മാർ അവിടെയുണ്ട്. അവർക്ക് തോന്നി ചില സന്ദർഭങ്ങളിലൊക്കെ ആയത്തോതിയിട്ട് ശൈഖുനാ നിശബ്ദനായി മൗനിയാകാറുണ്ട്. ആഴമേറിയ ആശയങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുത്തും പവിഴവും കൊടുക്കാനാ അങ്ങനെയുള്ള ചിന്തയിലേക്ക് ഇറങ്ങിയിട്ട് ഉത്സാരങ്ങളുടെ പ്രവാഹം അവിടുത്തെ അധരങ്ങളിലൂടെ ഇപ്പോൾ കേൾക്കാമെന്ന ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ മുത്തഅല്ലിമീങ്ങൾ കാത്തിരിക്കുമ്പോ ശൈഖുനാ അവിടുത്തെ കണ്ണ് നിറയുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിത്തൊഴുകിയിട്ട് ദാടിരോമങ്ങളിലൂടെ ജുബ്ബയിലേക്ക് കുറ്റിയുറ്റി വീഴുകയാ. എന്തേ فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى എന്ന ആയത്തങ്ങോതേണ്ട താമസം ശൈഖുനാ പടച്ചവന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭീതിതമായ അവസ്ഥയിലേക്ക് കൽബ് പതിയുകയാണ്. അവിടെ കുട്ടിയെപ്പോലെ താവുകയാണ്. ശരീരം വിറച്ച് കരയുകയാണ്. എന്തേ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയത്? എന്താ നമ്മളെത്താത്തത്? അല്ലാഹുവാണ് കേൾക്കുമ്പോ കൽബിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ബാങ്ക് കേൾക്കുമ്പോ അലിയാർ ഇങ്ങനെ വറക്കുകയാണ്, അലിയാരെ കളർ ഇങ്ങനെ മാറുക. ആളുകൾ ചോദിച്ചോണ്ടേ എന്താണ് കേൾക്കണത്? നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹു അക്ബർ, അലിയാര് വറക്കുകയാണ്. നിനക്ക് നലിമലുണ്ടായിരുന്നു, ഈ അല്ലാഹു അക്ബർ എന്നുള്ള നിനക്ക് നലിമലുള്ള കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതാണ്. നിനക്ക് നല്ല നലിമലുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഒരു അദ്വജി മണ്ണാർക്കാറ്റേന്ന മൂപ്പര് പറഞ്ഞ മൂപ്പര് ആ ഭാഗത്ത് പഴയ കാലത്ത് ആജയന്മാര് അതുപോലെ പറയന്മാരൊക്കെ കൂടിക്കലർന്ന് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ആജയന്മാര് വലിയ ആലിമ്യങ്ങളൊന്നല്ല. നേരം വെളുത്താല് മോയിൻകുട്ടിയുടെ ബദർപാട്ടിന്റെ ഒരു പുസ്തകം മടി ചെയ്തിട്ട് നേരാണ്ട് കൃഷി സ്ഥലത്ത് പോകും, കച്ചവടം ചെയ്യാൻ പോകും. ഇടക്കിടക്ക് ഇതൊക്കെ എടുത്തുനിന്ന് പാടി വെക്കും. കൃഷി സ്ഥലത്ത് നടുവിലൊരു പള്ളി ഉണ്ടാവും. നിങ്ങൾ കണ്ടുകണ ഈ പാട്ടൊക്കെ സ്രാമ്പി എടുക്കണം ഇല്ലേ? ഒക്കെ ഇപ്പൊ ഒളിച്ചു മാറ്റിക്കണം. ഇപ്പൊ ഈ വളാഞ്ചേരി പെരുന്തൽമണ്ണൊക്കെ പോകുമ്പോ വലതു ഭാഗത്ത് പൂക്കാട്ടിന് അടുത്തെത്തിയാലും പാടത്തിന്റെ ഒരു സ്രാമ്പി. ഞാൻ ഇക്കൂടി പോകുമ്പോ അവിടെ നമസ്കരിക്കും.
അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് നിസ്കരിച്ചാൽ കിട്ടുന്ന ആ തക്കുവണ്ടല്ലോ. വലിയ മാർബിൾ കൊട്ടാരം പോലുള്ള പള്ളിയിൽ കയറി കിട്ടില്ല. ഇവിടുന്ന് കിട്ടൂലെന്നല്ലേ ഞാൻ പറഞ്ഞു. ഇവിടുന്ന് കിട്ടൂലെന്നല്ല, ഇവിടെ എപ്പോ വന്നാലും പണി പൂർത്തിയാണില്ല. 3 കൊല്ലം ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ പൈസ പറഞ്ഞിട്ടുണ്ട് പള്ളിപ്പണി പള്ളിപ്പണി പള്ളിപ്പണി. ഭർത്താൻ ഇനി വരുമ്പോ പണി ഇപ്പൊ മുമ്പാകം മാത്രമേ കുറച്ച് പണി ബാക്കിയുള്ളൂ, ബാക്കത്തെ കാര്യം പറഞ്ഞിട്ടില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും ഇനി ഒരു സമയത്ത് വളരെ വരുന്നെങ്കിൽ ഇതിൽ കൂടി പോകുമ്പോ ഫുള്ളായിട്ട് പൂർത്തിയായ രംഗം കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് സഹായങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്, ഒരുപാട് സദഖ. വലിയ പള്ളിയാണ്. ഇതിൽ കൂടെ പോകുമ്പോ ഏറ്റവും ഒരു കരയുള്ള കാഴ്ച തന്നെ ഈ പള്ളിയാണ്. വല്ലാത്തൊരു സന്തോഷം. അല്ലാഹു തആല അതിനു വേണ്ടി കൈവച്ച, മനസ്സ് വെച്ച, സഹകരിച്ച, സഹായിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോ ഈ പള്ളിയൊക്കെ എന്തിനാ നിങ്ങള് കൃഷിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ വെയിലത്ത് അധ്വാനിച്ച് എല്ല് മുറിയെ ചോര നീരാക്കി പണിയെടുക്കുന്നതിനിടയിൽ ബാങ്ക് കൊടുക്കാൻ സമയമായാല് തോട്ടിൽ നിന്ന് എല്ലാം ഒതുട്ട് കഴിയിട്ട് പള്ളി കയറിയിട്ട് ചവിട്ടിൽ കഴിച്ചാൽ കൊടുക്കും. ബാങ്ക് കാത്തു തോളിലൊരു തോർത്തുണ്ടി ഉണ്ടാവും, ഒരു പഴയ കള്ളിത്തുണി ഉണ്ടാവും. പക്ഷോനെ എന്നിട്ട് ആ പണിക്കാരൊക്കെ കൂടി ബാക്കിൽ നിന്നിട്ട് ഈ ആചാര്യ ഇമാമത്ത് നിസ്കരിക്കും. നെറ്റത്തൊരു ടാമ്പ് ഉണ്ടാവും. ടാമ്പ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്, ആ ടാമ്പല്ല ഞാൻ പറഞ്ഞ. ഈ നോമ്പിനല്ല യാചിക്കാൻ കുറെ ആൾക്കാർ നടത്തുന്നുണ്ട് നമ്മളാ ഭാഗത്തൊക്കെ. വലിയ ആലിമ്യങ്ങളെ കൊല്ലം. എന്തിനാ ആലിമ്യങ്ങളെ വേഷം എടുക്കണെന്ന്? ചില സ്ഥലത്ത് എല്ലാതും വാടക കൊടുക്കുന്നുണ്ട്. തലയെക്കെട്ട്, ജുബ്ബ, പച്ചരപ്പട്ട, നിസ്കാര ടാമ്പ് ഇതൊക്കെ വാടക. രാവിലാണ്ട് വെക്കല, വൈകുന്നേരം 1 കൊടുത്താൽ 50 കൊടുത്താൽ നിസ്കാര ടാമ്പ്. ഇതിന്റെ പേരിൽ കിട്ടുന്നത് 5000 ആണ്. കഥയില്ലാത്ത നമ്മൾ ടാമ്പിന്റെ വലുപ്പം കണ്ടിട്ട് 100 കൊടുക്കാൻ ഉദ്ദേശിച്ച് 500 കൊടുക്കും. ഒന്ന് നിസ്കാര ടാമ്പ് ആണെങ്കിൽ അത് നിസ്കരിക്കണ്ടേ? ഓരോട് നീയത്ത് വെച്ച് നോക്കാണെങ്കിൽ അറിയില്ല. പിന്നെ ഉടുക്കൈ ടാമ്പ്. ഈ വരുന്ന ആൾക്കാരോട് നിസ്കാരത്തിന് നീയത്തൊന്ന് ചോദിച്ചു നോക്കി, അറിയില്ല. പിന്നെ ടാമ്പോ അത് വാടക കിട്ടിയാണ്. നമ്മൾ പാവങ്ങളെ സഹായിക്കണം, നല്ലോണം സഹായിക്കണം. പക്ഷേ വ്യാജന്മാരെയും യാചകന്മാരെയും പ്രോത്സാഹിപ്പിക്കരുത്. അതിനൊക്കെ ശരീരത്തിൽ മാർഗമുണ്ട്. ഞാൻ അപ്പൊ ആ ഭാഗം പറയില്ല. അപ്പോ എല്ലാ ടാമ്പുള്ള മനുഷ്യന്മാര് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അവര് ദ്വാരുന്നാൽ അന്ന് ഉത്തരായിരുന്നു. അങ്ങനത്തെ ഒരു കാലം. ഇവർ ഈ പറയന്മാര് തമ്മിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പറയന്മാര് പോലും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അത് കുറച്ച് ശക്തിയായി. തോടിന്റെ അപ്പുറത്ത് പറയന്മാർ, ഇപ്പുറത്ത് ആജയന്മാർ. അങ്ങനെയാണ് അദ്വജിനോട് പറഞ്ഞാണ്, മണ്ണാർക്കാട്ടുകാരൻ. ഇവരൊരു ദിവസം ഇത് പറയന്മാരൊക്കെ കൂടി തോണിയിൽ കത്തിയും വാളും വടിയും സൈക്കിൾ ചെയിനൊക്കെ കൂടി എടുത്തിട്ട് മറ്റവരെ നേരിടാൻ വേണ്ടി പുഴയിൽ കൂടി വന്നു. അപ്പൊ ഇവരെടുത്തൊന്നുമില്ല. ബദർപാട്ടിന്റെ ആ പുസ്തകം ആരയിൽ ശരിയെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ആജയന്മാര്. ഓലിങ്ങനെ തോണിയിൽ വരിക. എല്ലാവരും കത്തി, കുന്തം, വാള്. ഇവർക്ക് മനസ്സിലായി സംഗതി പുറത്തം വിട്ടുക്കണം. ഓലെല്ലാരും പുഴന്റെ അപ്പുറത്ത് വന്നിട്ട് തോണിന്ന് ഇറങ്ങിയിട്ട് വാളും പിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ആജയന്മാര് നേരെ നിന്നിട്ട് എന്ത് ചെയ്ത് ഒരാളിങ്ങനെ പറഞ്ഞു, എല്ലാരും കൂടിയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതാണ്ട് കേട്ടപ്പോ വന്ന പറയന്മാരൊക്കെ കൂടി തോണി കിട്ടാത്തൊരു വെള്ളത്തിൽ കിടത്ത് ചാടി ആയുധം വലിച്ചെന്നിട്ട് ഓടി ഓടി കടിച്ചിട്ട് അവിടെ ആണെങ്കിൽ കുറെ ആൾക്കാർ തല കൊണ്ടെന്നെ കാത്തിരിക്കുക. ഓലെടുത്തേക്ക് വരാണ്ട് ഓടി ചെല്ലാണ്. അതിൽ ഓല വെച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു. അതിൽ ഇവരറിഞ്ഞു എന്ത് പറ്റീന മാപ്പിളാര് അത് ചെല്ലണ്ടല്ലോ, അത് ചെല്ലിയ ഉടനെ അറവാണേ കാരണം. അതിനിവർക്ക് അതേ അറിയുള്ളൂ. അതിനിവര് അറവിന്റെ മുമ്പ് തെക്കുരലിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് മനസ്സിലാക്കി ഇത് കഴിഞ്ഞാൽ പിന്നെ അറവിൽ ചുരുങ്ങിയ പരിപാടിയില്ല. അതുകൊണ്ട് പോയടെ പഹര അറവ് ഇപ്പൊ നടക്കുന്നതാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നൊരു കാലുണ്ട്. ഇപ്പൊ അതെന്തായി? തെക്കുബീർ കൊണ്ട് ഒരു കളിയായി. അതുകൊണ്ട് അതിന് വീര്യമില്ലാതെ എന്തിനും തെക്കുബീർ കൊണ്ടാകും. അതുകൊണ്ട് ഇപ്പൊ അതിന് നിലമില്ല. മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇവിടെ വന്നാല് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം കാര്യങ്ങള് ഹസ്ബുനല്ലാഹ്. ഇതങ്ങോട്ട് പറഞ്ഞാൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തു ഉയർന്നു നിൽക്കുന്ന പർവ്വത കോട്ടകൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹസ്ബുനല്ലാഹ്. റമളാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്ന് ബദറാണല്ലോ. ബദറിൽ ഉണ്ടായിരുന്ന ആയുധം സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കുറെ സഹാബാക്കൾ പറയാം, ആയുധമല്ലല്ലോ സിദ്ദീഖേ, ഇല്ലേ നേരത്തേക്ക് ഞാൻ തരാം. ഖുലു ഹസ്ബുനല്ലാഹ്. നിങ്ങളെത്തില്ലേ ഖുൽ ലാ ഹൗല വലാ ഖുവ. ഇവരാ ആയുധമായിട്ടാണ് പോയി വിജയിച്ചിട്ടാണ് കയറിയത്. നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തു. അതുകൊണ്ട് പഴമക്കാർ വിജയിച്ചത് എന്താണോ അതിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മാർഗമില്ല. അതിലേക്ക്
മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പ്രിയപ്പെട്ടവര്, പിന്നീട് പറയുന്നത് എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ പറയേണ്ടത് നമ്മുടെ ഭാഷയിൽ എന്താ? സിറാത്തൽ ലദീന ഖുതുലൂ സിറാത്തൽ ലദീന ളുരിബൂ. അങ്ങനെയല്ലേ പറയേണ്ടത്? ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഇവരാരാ? വധിക്കപ്പെട്ടവർ, വലിച്ചെടുക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി ആക്രമിക്കപ്പെട്ടവർ. അല്ലെ? ഹിലാലിന്റെ കഥ ഞാൻ പറയണോ? അമ്മാറിന്റെ കഥ ഞാൻ പറയണോ? യാസറിന്റെ കഥ ഞാൻ പറയണോ? സുമയ്യാബിയുടെ കഥ ഞാൻ പറയണോ? ജാഫർ ഇബ്നു അബീ ത്വാലിബിന്റെ കഥ പറയണോ? എല്ലാരും, ഭൂരിഭാഗം ആളുകൾ ചെവിടെ പോയവര്, കാല് പോയവര്, കൈ പോയവര്, ഹംസത്തുൽ കറാറിന്റെ നെഞ്ച് കുത്തിപ്പൊളിച്ചുകൊണ്ട് ലിവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് വായിലിട്ട് ചവച്ച് തുപ്പി, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹ് പറയാം. അവര് വേണ്ടി അള്ളാഹ് നിയമത്ത് കൊടുത്ത് പറയേണ്ടത് നമ്മളെ ഭാഷയിൽ എന്താ? സിറാത്തൽ ലദീന ഖുതിലൂ, വധിക്കപ്പെട്ട ആൾക്കാരുടെ മാർഗം. സിറാത്തൽ ലദീന ളുരിബൂ, അടിക്കപ്പെട്ട ആളുകളുടെ മാർഗം തന്നെ. എന്ത് അടി കിട്ടിയാൽ എന്താ? എന്ത് വധിക്കപ്പെട്ടാൽ എന്താ? ഇതിന്റെ ഇടയിൽ ഈമാൻ അവര് ആറ്റി കാച്ചിയെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. അവരെ പഠിക്കാം. ഈമാൻ പൊളിയാതെ എങ്ങനെയാണ് അക്കരക്ക് കടന്നത് അതറിയണമെങ്കിൽ അവരെ പഠിക്കണം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന അതിന്റെ ഒരർത്ഥം മുഹമ്മദ് നബി, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖ്. അവരുടെ കൂടെ അല്ലാതെ സ്വർഗ്ഗമില്ല. സ്വന്തം സ്വർഗത്തേക്ക് ചാടാൻ ആരും പുറപ്പെടണ്ട, ഒരിക്കലും കിട്ടൂല. അത് പറയുമ്പോൾ ഒരു കാര്യങ്ങളോട് എനിക്ക് പറയാം. എന്താ അറിയോ? ഇന്ന് ഇതിന്റെ പേരിൽ വ്യാജ ത്വരീഖത്തുകൾ വിലസുന്ന കാലം. ഇന്നലെ രാത്രി സത്യത്തിൽ ഞാൻ റമദാന് രാത്രി ഊട്ടി പരിപാടി എടുക്കലില്ല. പകലില് 3-4 പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഒരു പൊതു രീതി 3 കൊല്ലായി എത്ര നിർബന്ധം എടുക്കണം. എന്റെ 2 ഉസ്താമാരേറ്റ ഇത് പറയാൻ കാരണം കുറെ ആൾക്കാർ കൂടി പരിപാടിക്ക് ഞങ്ങൾ അവിടുന്ന് കണ്ടാ തരൂലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൈക്കിൽ കൂടാണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കൂലല്ലോ. അതുകൊണ്ടാണ്. അപ്പോ ഇന്നലെ ചില ആളുകളൊക്കെ ഇങ്ങനെ വരും. ഇന്നലെ സത്യത്തില് ഒരാള് വന്ന ആള് ഇങ്ങനെ ഒരു ത്വരീഖത്തിൽ കൂടിയ ആളാണ്. നല്ലൊരു മനുഷ്യന്, ഒരു പ്രഭാഷകൻ, എനിക്ക് പരിചയമുള്ള ആളെ, എനിക്ക് വളരെ മതിപ്പുള്ള ആൾ. ഇങ്ങനെ ഒരു സംഗതിയിൽ കുടുങ്ങിയെന്ന് ഞാൻ കേട്ടു. അപ്പൊ കുട്ടികൾ എന്നെ കൊണ്ടൊന്ന് വിളിപ്പിച്ച, ഞാൻ പേര് ഞാൻ പറഞ്ഞു. ഇയാള് റൂമിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖിനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊട്ട് ഈ റമദാനെ ആളെ കുറിച്ച് പഠിക്കാനുള്ള സമയമില്ല, ഞാൻ എന്നെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് ഞാൻ കേട്ട റിപ്പോർട്ട് ശരിയാണെങ്കിൽ അത് വ്യാജ ത്വരീഖത്താണ്, കള്ളനാണെന്ന് ഞാൻ കേട്ട. എന്താ അറിയോ? എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കണം, പെണ്ണുങ്ങൾ മൂപ്പരെ കൈ പിടിച്ച് മുക്കണം. അതിനൊക്കെ ഇയാള് പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ അത് വാപ്പി മക്കളുമാണ്. ആര്? പ്രഭാഷകനാണ്, ഒരു പ്രഭാഷകൻ. വാപ്പി മക്കളുമാണ്, അതിൽ ഇടപെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഇത് ശരിയാണെങ്കിൽ നിങ്ങളിങ്ങനെ ന്യായം പറഞ്ഞെങ്കിൽ അത് ഈ ശരീഅത്തിലെ നിയമമല്ല, ഈ ശരീഅത്തിലെ നിയമമല്ല. ഒരു പക്ഷെ ഒരു പെണ്ണിന്റെ കൂടെ ഒരാൾ ഇരുന്നേക്കാം, കൂടി കലർന്നേക്കാം, അത് തെറ്റ്. പക്ഷെ അതിന് തെറ്റിന് വ്യഭിചരിച്ചവന് തോപുണ്ട്, ന്യായം പറഞ്ഞവന് എന്ത് തോപയാ? കള്ളുടിച്ചവന് തോപുണ്ട്, കള്ളുടിച്ചതിന് ന്യായം പറഞ്ഞതിന് എന്ത് തോപയാ? കള്ളുടി ശരിയാന്നുള്ളതിന് ആയത്ത് ഉദ്ധരിക്കുക, കള്ളുടിക്കാന്നുള്ളതിന് ഹദീസ് ഉദ്ധരിക്കുക. അത് പ്രശ്നമല്ല എന്ന് പറയാം. അവിടെ കുഫ്രിയത്താ ഉള്ളത്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവം തെറ്റല്ല എന്ന് മനസ്സിലാക്കല. ഉദാഹരണം, ഒരാൾ കള്ളുടിക്കുന്നു, ആൾക്ക് തെറ്റാന്ന് ഉറപ്പാണ്, എന്നാൽ അയാൾക്ക് തോപുണ്ട്, അയാൾ നന്നാവാം. വേറൊരാള് കള്ളയാൾക്ക് വെറുപ്പാ, പക്ഷെ കുടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം, ഇയാൾക്ക് തോപമില്ല, ഇയാൾ കാഫറായിട്ടല്ലാതെ മരിക്കൂല. അല്ലാഹു കാത്തുരക്ഷ. കുടിയല്ല വിഷയം, കുടി വിഷയം, അതിനേക്കാൾ ഗൗരവം കുടി വിഷയമല്ല എന്ന് മനസ്സിലാക്കല. എന്നതുപോലെ ഒരു പക്ഷേ അത് നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് പറയുമ്പോ ഫോട്ടോ എടുത്തിട്ട് പറയും പിന്നെ മൂല്യരെ കൂടെ പെണ്ണുങ്ങളുള്ള ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് അമളി സംഭവിച്ചെന്ന് കൂട്ടുക. പക്ഷേ അത് ന്യായം പറഞ്ഞാൽ ഇല്ലാത്ത നിയമം ഉണ്ടാക്കേ എന്നൊക്കെ പറഞ്ഞ് പുറത്തിട്ടപ്പോ എന്നോട് പിന്നെ കുട്ടികൾ വിളിച്ചെന്ന് അയാൾ പറഞ്ഞാലോ, റഹ്മാൻ എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ പടച്ചോൻ തന്നെ ചെയ്താണെന്ന്. സ്കാരതാമുണ്ട്, കൊപ്പിയുണ്ട്, താടിയുണ്ട്, നല്ല പ്രഭാഷകനാണ്. പെട്ടുപോയി. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് നല്ലൊരു മാർഗമുണ്ട്, മഹാന്മാർ ഉണ്ടാക്കി തന്നൊരു പാത. അതിന് തെറ്റിയാണ്ടല്ലോ, പിന്നെ തെറ്റിയത് നമ്മൾ അറിയില്ല. ഈ വിഷയത്തിൽ ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ള വലിയ വിഷയങ്ങൾ എന്താ? അനുഭവങ്ങൾ ഇങ്ങനെ പറയാം. സോക്കട് മാറി, ഊതിയപ്പോ നെഞ്ഞുവേദന മാറി, പിന്നെ വെള്ളം കുടിച്ചപ്പോ പല്ലുവേദന മാറി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതും ഹക്കും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതും ഹക്കും തമ്മിൽ ബന്ധം വേണ്ടേ?
ഇബ്നുൽ ഹാജ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഉസ്താദിന്റെ അടുത്ത് ഒരു ശിഷ്യൻ, മുത്താലിമീങ്ങൾ പലപ്പോഴും ഇതിലൊക്കെ ചെന്ന് പെടാറുണ്ട്. അദ്ദേഹം ആ ശിഷ്യനെ ഉസ്താദിന്റെ അടുത്ത് എല്ലാം കിതാബ് തിരിയുന്ന ആളാണ്. പക്ഷെ കുറെ ദിവസമായിട്ട് ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്ന ആളല്ല. അപ്പൊ ഉസ്താദ് അന്വേഷിച്ചു ആ കുട്ടി എവിടെ പോയി, എന്തേ അവന് പറ്റിയെന്ന്. അപ്പൊ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, വാനി ഞമ്മക്ക് പിടിച്ചാൽ കിട്ടൂല, വലിയ ദർജയിലാണ്. അങ്ങനെയാണെങ്കിൽ ദർജയ്ക്ക് അവൻ ഭയങ്കര ദർജയിലാണ്. ആ ഉസ്താദ് ദർജ എന്താ ദർജാന്ന് വെച്ചു. അതിൽ ഇവര് പറഞ്ഞു, അതായത് മൂപ്പർക്ക് ഒരു ഷെയ്ഖിനെ കിട്ടിക്കണം. ആ ഷെയ്ഖിന്റെ ട്രീറ്റ്മെന്റിൽ പെട്ടിട്ട് ഇയാളിപ്പോ നമുക്കൊക്കെ ഇങ്ങനെ മസാല അറിയല്ലുള്ളൂ, നമുക്കൊക്കെ നിയമം അറിയല്ലുള്ളൂ, മൂപ്പര് അതിന്റെ ഹാലിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഉസ്താദ് എന്തേന്ന് വെച്ചു, അല്ല അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ നമ്മൾ പറഞ്ഞ അർത്ഥം വെക്കല്ലേ, മൂപ്പർക്ക് നിസ്കാരത്തെ മിഅ്റാജ് തന്നെയാണ്. മിഅ്റാജിന് പോയിട്ടൊക്കെ നിസ്കരിച്ച് വരവുണ്ട്. അതിൽ ഉസ്താദ് പറഞ്ഞു, എന്തായാലും ഇന്ത്യയിൽ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വരാൻ വേണ്ടി പറയാം. ആ ഒരു അദബ് സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഉസ്താദ് വിളിച്ചോടുത്ത് വന്നല്ലോ. ഉസ്താദ് വിളിച്ചപ്പോ വന്നപ്പോ ഉസ്താദ് വെച്ച്, പിന്നെ ഇത് രാത്രി സ്റ്റേജിലുള്ള ഒരു വാദ പോലെ നിങ്ങൾ കരുതരുത്, ഇങ്ങനെ വാദറിന്റെ ആവശ്യമില്ല. അതൊക്കെ പിരിവിന്റെ സമയത്ത് ഞങ്ങൾ എടുക്കുന്ന ഓരോ ട്രിക്കാണ്. ഇവിടെ വലിയ പിരിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ നീട്ടി അത്രയും സമയം പോകണം. കുറെ വിഷയങ്ങൾ ഇങ്ങനെ നീട്ടാതെ ചുരുക്കി പറഞ്ഞാൽ കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് കലാപരമായിട്ട് കഴിയാത്തോണ്ടല്ല വേണ്ടെന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കണം. അപ്പോ ഈ കുട്ടി തിരിച്ചു വന്നു, ഉസ്താദിന്റെ അടുത്തേക്ക് വന്നപ്പോ ഉസ്താദ് വെച്ചു, എന്താ എന്റെ ഹാലെന്ന് വെച്ചു. എന്റെ ഹാല് എനിക്ക് ഒരു ഷെയ്ഖിനെ കിട്ടിക്കണം ഉസ്താദ്. അപ്പൊ ഞാനിപ്പോ നിസ്കാരൊക്കെ നേരെ മേറാജിന് പോയിട്ട് അവിടുന്ന് നിസ്കരിച്ചിട്ട് വരവാനാണ്. ഉസ്താദ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ ദർശനത്തിന് ആളല്ലേ, നമ്മളതിന്റെ ഹാല് അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മൂലർക്കും തോന്നി, ഇതിപ്പോ എന്താ കഥ ഒന്ന് അറിയണല്ലോ, അപ്പൊ എനിക്കൊന്ന് സ്വർഗത്തിൽ പോയിട്ട് നിസ്കരിക്കണല്ലോ, അതിനെന്താ ചെയ്യാന്ന് വെച്ചു. ഉസ്താദ് രാത്രി പോയിരുന്നാണ്, നമുക്ക് ഇന്ന് ശേഷം സ്വർഗത്തിൽ പോയിട്ട് നിസ്കരിച്ചു ധൈര്യത്തിലാ പറഞ്ഞ. കിനാവൊന്നല്ല, കിനാവിന് അത്ര വലിയ കഥ ഒന്നും കൊടുക്കലില്ല. അപ്പൊ ഒരാള് പിന്നെ ഷാബാന് 30 കിനാവുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ നാളെ നോമ്പാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. എന്താ അതിന്റെ അവസാനം? അള്ളാന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, റമദാൻ അവസാനത്തിൽ നാളെ പെരുന്നാളാട്ടോ, ഒരു വിലയും കൊടുക്കില്ല. റസൂലുള്ളാഹിക്ക് വില കൊടുക്കണ്ടെന്നല്ല, ആ കിനാവിനെ വില കൊടുക്കണം. അങ്ങനെ അതിലൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇത് കിനാവല്ല, യഖ്ലത്തൻ, നേരെ നേരെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇന്ന് എസ്എസ്കരിക്ക് അവിടെ വരാം. അങ്ങനെ എല്ലാരും ഇറങ്ങിയതിനു ശേഷം ഉസ്താദ് ഇവിടുന്ന് എസ്എസ്കരിച്ചിട്ടുണ്ട്, ശിഷ്യന്റെ അടുത്ത് പോയി. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ നോളി, പക്ഷിപ്പ് വരുന്നാണ്, എവിടേക്ക് മിഅ്റാജിനെ കൊണ്ടുപോകാൻ ബുറാക്ക് വരുന്നാണ്. അതിൽ ഉസ്താദിന് അത്ഭുതം, എന്താ കേൾക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ പക്ഷി വന്നു. ഉറങ്ങല്ല, നിങ്ങളോട് ഉറങ്ങരുതെന്നല്ല, ഇത് ഉറങ്ങല്ല യഥാർത്ഥത്തിൽ വരിക. അപ്പൊ പറഞ്ഞു, ഉസ്താദ് കയറിക്കോളൂ, ഞാൻ ബാക്കിൽ കയറിക്കോളാം. അങ്ങനെ ഉസ്താദ് മുന്നോട് പക്ഷിന്റെ പുറത്ത് കയറിയിട്ട് പക്ഷി ഒരൊറ്റ പാറു. എങ്ങനെയുണ്ട്? നമ്മളാണ് എന്തുണ്ടാവും, ശിഷ്യനെ അപ്പൊ തന്നെ ഒരു ഷെയ്ഖിന്റെ അടുത്ത് പോണ അന്നെ തന്നെ വയ്യത്ത്. അത് ഇത്താണ്ട് അത്ഭുതം തന്നെയാണ്. പക്ഷെ നേരെ പോയിട്ട് സ്വർഗത്ത് പോയിട്ട്, സ്വർഗം തന്നെ. ഒരു ഭാഗത്ത് പാലാറ്, മറ്റൊരു ഭാഗത്ത് വീഞ്ഞാറ്, നടുവില് തേനാറ്, അപ്പുറത്ത് സ്വച്ഛന്ത പാനീയാറ്, അപ്പുറത്ത് പരവതാനി, അപ്പുറത്ത് പൂന്തോപ്പ്. സ്വർഗല്ല എന്ന് പറയോ? ഉസ്താദ് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നോക്കുക. അതില് ഇപ്പം പറഞ്ഞു, ഒരു തോട്ട് നിങ്ങൾ ഒതുക്കാൻ, നല്ല പച്ചവെള്ളത്തിന്റെ ഒരു തടാകണ്ടായി ഒതുക്കാൻ. ഇപ്പം പറഞ്ഞു ഉസ്താദിനോട്, അതിൽ ഉസ്താദ് ശരീരത്തിന്റെ വാല് പിടിച്ചവിടെ ഉറച്ചു. അതാണ് പൊട്ടിപ്പോകരും. ഉസ്താദ് അറിഞ്ഞു, ഇത് എവിടെ സ്ഥലം? സ്വർഗം. സ്വർഗത്തിനുണ്ടോ നിസ്കാരം? അവിടെയാണ് പിടിച്ചത്. അല്ല, സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടോ? സ്വർഗം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം. ഈ അവിടെ നിസ്കരിക്കാം. ഇപ്പം കുടുങ്ങിയില്ലേ? നിസ്കരിച്ചോ, എന്നെ കിട്ടില്ല. അതിലിപ്പം പറഞ്ഞു, ഉസ്താദെ ഇത് സ്വർഗാണ്, വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട. ഈ നിസ്കരിച്ചത് സ്വർഗാണെങ്കിൽ നിസ്കാരമില്ലടാ. സ്വർഗാണെങ്കിൽ നിസ്കരിക്കൂല. സ്വർഗത്തിൽ എന്താ നിസ്കാരം? ഓതൊട്ട് നിസ്കാരം തോന്നും. ഉസ്താദ് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഇരുത്തം വല്ലാത്തൊരു ഇരുത്തം തന്നെ കേട്ടോ. അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലത്. ഇപ്പൊ സുബിയാവോളം നിസ്കരിച്ചു. സുബിഹ ആ നേരത്തെ ആ പക്ഷി പാറിയത് രണ്ടാമത് ഇവരെ കൊണ്ടുവന്ന പുറാക്കാൻ പാറി എന്നപ്പോ സലാം വെട്ടി ഇവന്റെ വിരുദ്ധം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഉസ്താദ് കയറിക്കൊള്ളുന്ന. എവിടേക്ക്? നമ്മള് ദുനിയാവുക്ക് തന്നെ പോവാ. അതിൽ ഉസ്താദ് പറഞ്ഞു, എടാ സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗം കിട്ടിയിട്ട് ഇവിടുന്ന് പുറത്തു പോലെ ഇബ്ലീസിന്റെ പണിയല്ലേ? കുടുങ്ങില്ലേ? ഇത് സ്വർഗാണ് എനിക്ക് പറയുന്നത്. സ്വർഗാവുന്ന നിയമത്തിലെത്തിയിട്ട് ഇനി ദുനിയാവുക്ക് പോകുന്ന ഇത് ഇബ്ലീസിന്റെ പണിയല്ലേ? ഇത് സ്വർഗാണെങ്കിൽ ഞാൻ അനങ്ങൂല. സ്വർഗാണെങ്കിൽ അനങ്ങൂല. അതിലും കൂടി അപ്പം പറഞ്ഞു, ഉസ്താദേ ബുറാക്ക് അവിടെ കാത്തുണ്ട്,
അതിന് ദേഷ്യം കുടിച്ചാണ്ടല്ലോ ഇവിടുന്ന് അഡ്രസ് ഉണ്ടാവില്ല. എന്തിനാ മരിക്കുന്ന എടാ സ്വർഗം തുമ്മലായ ഹയ്യാന്നല്ലേ, സ്വർഗത്തിൽ മരണുണ്ടോ? അപ്പൊ ഈ സ്വർഗം എന്ന് പറയും ചെയ്യാൻ മരിക്കുന്നു പറയാം. ഏതാ ശരി? വനാങ്ങിട്ട് ശരീരത്തെപ്പെട്ടു അതിൽ ഇങ്ങനെ പെട്ടു. ഉസ്താദ് കുന്നൂലിങ്ങനെ കുഞ്ഞാത്തൂലിങ്ങനെ കുറച്ചെടുക്കുക. സ്വർഗാണെങ്കിൽ ഞാൻ പോല, പക്ഷിയാണെങ്കിൽ എന്ത് ചെയ്തു അവിടെ ഇങ്ങനെ വയറ്. ഉസ്താദ് കാല് മാറാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷി ചിറകം കണ്ട് കുറഞ്ഞു. അതിൽ ആ ഭാഗത്ത് സൽസലത്തുണ്ടായി, പ്രകമ്പനം ഉണ്ടായി. അതോടൊന്നും കുലുങ്ങില്ല. അവിടെ സ്വർഗാണെങ്കിൽ മരിക്കൂല. ഞാൻ വിളിക്കണം. കുറച്ച് കഴിഞ്ഞ പക്ഷി അതിന്റെ കോപ്പരാട്ടത്തിലൊക്കെ കഴിച്ചിട്ട് അതാണ് പോയി. അതിൽ ഇവന് ഉസ്താദ് ഇങ്ങനെ നിൽക്കുക. അതിലാണ് ഇങ്ങനെ നേരം വിളിക്കുന്നത്. നേരാണ്ട് വിളിച്ചപ്പോ സംഗതി എന്താ പറയുക, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യഭിചാരശാലയും എല്ലാ അക്രമികളും കൂടുന്ന എല്ലാ അഴുക്കുകളും ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടേക്ക് ഇരുത്തിയതാ. ശൈത്താൻ ഇത് സ്വർഗം പോലെ കാണിച്ചു കൊടുത്തതാ. അതിന് ഇബ്ലീസിന് കഴിയും. അവിടെയുള്ള അക്തർ ആ ശൈത്താൻ കൃത്രിമായിട്ട് ഉണ്ടാക്കിയതാ. അതിന് ഇബ്ലീസിന് കഴിയും. ഇവ ഒതുട്ടത് മൂത്രത്തിനാണ്, മൂത്രച്ചാലിനെ ഒതുട്ടുന്നത്. പക്ഷെ അത് കണ്ണിലിങ്ങനെ തടാകാക്കി കാണിച്ചു കൊടുത്താണ്. അതിന് ഇബ്ലീസിന് കഴിയുന്നു. അതിന് സാധുപെട്ട്. പക്ഷേ കുറച്ചേരം പിടിച്ചെന്നപ്പോ സംഗതി വെളിച്ചത്തിലായി. കാരണം സിഹറിന് പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ മാറും. മാജിക്കിന് പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ പോവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സംഗതിയാണ് വെളിച്ചത്തിലായി. അതിൽ ഇവന് പറ്റിയിട്ടുള്ള അബദ്ധം അവന് മനസ്സിലായി. ഉസ്താദിന്റെ കാലിൽ വീട്ട് മാപ്പൊഴിച്ചപ്പോ ഉസ്താദ് പുറവിഞ്ഞിട്ട് പറഞ്ഞു, എടാ ഞാൻ വിളിച്ചപ്പോ ഈ വന്നു, അതിന്റെ മര്യാദ കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് ഞാൻ എല്ലാരോടും എന്നോടും പറയാം. ഇന്നത്തെ ഒട്ടുമിക്ക ത്വരീഖത്തിലുള്ള ഈ അനുഭവങ്ങൾ ഇതിന് വേണം. ശൈത്താനിയത്തിന്റെ ടച്ചുള്ളത്. കിനാബ് കണ്ടില്ലാന്ന് പറയല് കണ്ടിട്ടുണ്ടാവും, സോക്കട് മാറിയിട്ടുണ്ടാവും. ദജ്ജാല് വന്നാൽ മനുഷ്യന് വെട്ടിപ്പൊളിച്ചിട്ട് ഒട്ടിച്ചിട്ട് ജീവട്ടെടുക്കും. എന്താ നമ്മൾ ചെയ്യാ? ത്വരീഖത്ത് വാങ്ങേ. ഇത് ഷെയ്ഖ് ജിലാനി പലപ്പോഴും ചെയ്യാത്തതാ. ഷെയ്ഖ് ജിലാനി ചെയ്യാത്ത ദജ്ജാലോടെ ചെയ്യുന്നുണ്ട്. ഒപ്പം കൂടിയിട്ട് ബയ്യത്തയ്യേ. ഈ സമൂഹം ഈ രീതിയിൽ പോലെ എവിടത്തെ അവസാനം? അതുകൊണ്ട് അനുഭവങ്ങളും അത്ഭുതങ്ങളൊന്നും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒന്നുമല്ല. അനുഭവങ്ങൾ അത്ഭുതങ്ങൾ പല രൂപത്തിലുണ്ട്. കറാമത്തായിട്ടുണ്ട്, ഇസ്തിദ്റാജായിട്ടുണ്ട്, മൗനത്തായിട്ടുണ്ട്, മക്റായിട്ടുണ്ട്, ഇർഹാസാത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വിജയത്തിന്റെ മാർഗം അത്ഭുതം കാണിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് പറക കൂടിയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ഇക്കാലത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരു ഖൈറായ പാത അവിടെ ഉണ്ട്. അത് മഹാന്മാരായ ഇമാമിങ്ങളുടെ പാതയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു തആല പരിശുദ്ധ റമളാനിൽ ദിനം പ്രതി ഓരോ ഖത്മ ഖുർആൻ ഓതി തീർക്കുന്നവരാണ്. ഒരു ഖത്മ ഖുർആൻ ഒരു ദിവസം തീർക്കും മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫഈ. അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തട്ടെ. ഒന്നാമീ പറയാം, അവരെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തട്ടെ. അവര് പാത നമുക്കില്ലേ? ബാസൂർ ഉണ്ടായിരുന്നു, മൂലക്കുരു ബാസൂർ. കുറെ ആലിമ്യങ്ങൾക്ക് ഈ ബാസൂർ ഉണ്ട്, കുറെ ഇമാമിങ്ങൾക്കും ബാസൂർ ഉണ്ട്. റാസി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഒരുപാട് മഹാന്മാർക്കുണ്ടായിരുന്നു. കാരണം ഒരു ബ്ലഡ് ചൂടാകുന്ന ആളുകളാണ് ചിന്തിച്ചിട്ട് കൂടുതൽ ഇരുന്നിട്ടൊക്കെ. ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു. ഈ ഇരുന്നിട്ട് രക്തം വാർന്നൊഴുകിയ കാരണത്താൽ പാത്രത്തിൽ ഇരുന്നിട്ട് ദർശനത്തെയാളാണ് മുഹമ്മദ് ഇദ്രീസ് ശാഫഈ. കിതാബ് ഓതി കൊടുക്കാൻ പാത്രത്തിൽ ഒരു സബ്ക്ക് കഴിയുമ്പോഴേക്ക് രക്തം വാർന്നിട്ട് ആ പാത്രം നിറഞ്ഞിട്ടുണ്ടാവും. അത് കൊണ്ടുപോയി കൊട്ടിയിട്ട് കഴുകിയിട്ട് രണ്ടാമത് കൊണ്ടു വെച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ ദർശനത്തെ മഹാനാണ് മുഹമ്മദ് ഇദ്രീസ് ശാഫഈ. ആ സമയത്ത് കിതാബ് എഴുതിയ മഹാനാണ്, കിതാബ് രചിച്ച മഹാനാണ്. ആ സമയത്ത് യുദ്ധം നടന്നപ്പോ അതിൽ പങ്കെടുത്ത മഹാനാണ്. ഫൈൽസ് ഉണ്ടായിട്ട് മൂലം ചീഞ്ഞിട്ട് രക്തം വാർന്നൊഴുകുന്ന ഒരാൾ വാളെടുത്തിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുമ്പോൾ, മൂലം പൊട്ടിയിട്ട് രക്തം വാറുന്ന സമയത്ത് വാളെടുത്തിട്ട് ശത്രുക്കൾക്കെതിരെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരു മഹാൻ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ കാൽമക്കൂടി രക്തം ഇങ്ങനെ ഇറ്റിനിട്ട് കുട്ടികൾ കരഞ്ഞു എന്നാണ് യുദ്ധത്തിന്റെ ഇടയിൽ. അള്ളാഹുവിന്റെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തട്ടെ. പരിശുദ്ധ റമളാനിൽ 2 പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കും, അല്ലാത്തപ്പോ ഓരോ ഖത്മ തീർക്കും. ഇതൊക്കെ നിസ്കാരത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. നിസ്കാരത്തിന്റെ പുറത്ത് വേറെ ഉണ്ട്, ഇസ്തിംബാത്തിന് വേറെ ഉണ്ട്, ഒത്ത് ഓതുന്ന വേറെ ഉണ്ട്. 2 ഖത്മ ഖുർആൻ ഓതി പൂർത്തിയാക്കും വിധം റമളാനിൽ സുന്നത്ത് നിസ്കരിച്ചാലാണ് മുഹമ്മദ് ഇദ്രീസ് ശാഫഈ. സങ്കല്പിക്കാൻ പറ്റുമോ? നമുക്ക്
ആ മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫഈ പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ച തമ്പുരാനോട് പൊട്ടി പ്രാർത്ഥിക്കുകയാ, അല്ലാഹുവേ ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അനാല ബിഹിം ശഫാഅ. ഉഹിബ്ബുസ് സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലാഹ്. വലസ്തു മിൻഹും, ആ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല. ലഅല്ലി അനാല ബിഹിം ശഫാഅ, ആ സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ തവസ്സുലാക്കി ഇമാമുന ശാഫി ദുആ ചെയ്യുമ്പോ, ആ ശാഫി ഇമാമിന്റെ പ്രഗൽഭനായ ശിഷ്യനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ്, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാടം. ആ അഹ്മദ് ഹംബല് ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കല്ലെന്ന് അറിഞ്ഞു. എന്ത്? ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടൊന്നുമില്ല, എന്നാൽ അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് ഉസ്താദ് ദ്വാരക്കല്ലെന്ന് അറിഞ്ഞപ്പോ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഉസ്താദിന് ഒരു മറുപടി കത്ത്. എന്താ? തുഹിബ്ബുസ് സ്വാലിഹീന വഅൻത മിൻഹും ലഅല്ലിയാൻ അനാല ബിക ശഫാഅ. വിജയം മഹാന്മാരിലൂടെയാണ്. ഉസ്താദായ ഇമാമുൽ ശാഫഈ, നിങ്ങൾ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അസ്സാലിഹീന, സ്വാലിഹീങ്ങളെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വഅൻത മിൻഹും, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. നിങ്ങൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്, സ്വാലിഹീങ്ങളെ നിങ്ങൾ പെട്ടിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ട ആളാണ്. എന്നിട്ട് അഹ്മദ് ഹംബൽ പറയാണ്, എന്റെ പരലോകത്തെ പ്രതീക്ഷ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ്, നിങ്ങളെ ശഫാഅത്തോണ്ട് എനിക്ക് രക്ഷ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് തന്റെ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മുടെ ഒരു വന്ന് ഇങ്ങനെ നമ്മൾ കണ്ടുപഠിച്ച് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയ നമുക്ക് മാർഗമായി കാണിച്ചെന്നൊരു പാരമ്പര്യം എങ്ങനെയാണ്. ഇത് വിട്ടിട്ട് പോയാൽ ഇത് വിട്ടുപോയാ അവിടെ അപകടമാണ്. അവിടെ ആയത്തോ ഹദീസ് ഒന്നും ഓതിയിട്ട് കാര്യമില്ല. ആയത്തോ ഹദീസ് ഇപ്പൊ ആരാ സിറാത്തുൽ മുസ്തഖീം എന്നാണ് വിട്ടിട്ട് ആയത്തോ ഓതിയിട്ട് ഒരു കാര്യമില്ല. ആയത്തോ ഹദീസ് എല്ലാരും ഓതുന്നുണ്ട്. കാരണം ബൈബിള് രാമായണം ചെല്ലിയാലൊന്നും ഇപ്പൊ ദഅവത്ത് നടത്താൻ പറ്റൂല. എല്ലാവർക്കും ആയത്തോ ഹദീസാ വേണ്ടത്. അതിമേലെ ഈ ചെലവ് വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെലവാണല്ലോ. അതിന് മുമ്പൊക്കെ നല്ല ഇട്ട് കൊടുക്കണം ആൾക്കാർ കേൾക്കാൻ. അതിപ്പോ ആരാ ഓതാത്തത്? സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നിട്ട് ആയത്ത് ഓതിയാൽ ഓക്കെ. അവിടുന്ന് വിട്ടിട്ട് എത്ര ആയത്ത് ഓതിയിട്ടും കാര്യമില്ല. അതൊക്കെ പഴച്ചതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ. മഹാന്മാരുടെ വഴികളിൽ നിന്ന് ഭിന്നമായ വഴിയിലേക്ക് മാറി ചിന്തിച്ചാൽ അവൻ ഏറ്റെടുത്തത് അവനെ കൊണ്ട് നമ്മൾ വഹിപ്പിക്കുന്നതാ, അത് ശരിയാണെന്ന് അവന് തോന്നുന്നതാ. പക്ഷേ ജഹന്നമ, കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ അവനെ നമ്മൾ പ്രവേശിപ്പിക്കുന്നതാണ്. വളരെ ഹീനമായ, മോശമായ, അപകടകരമായ, ബീഭത്സകമായ സങ്കേതമാണ് നരകമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആർക്കും എപ്പോഴും അബദ്ധം വരാം.
ഇബ്ലീസിനെ പടച്ചോ റഹ്മത്തിന്ന് പുറത്താക്കിയപ്പോ ആദ്യം കരഞ്ഞത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കി. അപ്പൊ ആദ്യം കരഞ്ഞത് ജിബ്രീല അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായിരിക്കും ഇതിന് കാരണം? നോമ്പ് നോറ്റ സമയത്ത് എരിപൊരി കൊള്ളുന്ന വയറ്റുന്ന് ഉണങ്ങിയ തൊണ്ടയിന്ന് ചൂട് കൊണ്ടിട്ട് പള്ളിയിൽ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടനാ നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഉള്ള മേനനുസരിച്ചോണ്ട് ചിന്തിച്ചു നോക്കി. ഇബ്ലീസിനെ പടച്ചോൻ പുറത്താക്കിയപ്പോ ജിബ്രീൽ എന്തിനാ കരഞ്ഞത്? ആ ബേജാറ് നമുക്ക് വേണ്ടത്. ആക്കിബത്ത് എല്ലാവർക്കും പേടിയാണ്. ആക്കിബത്ത് പേടില്ല എന്നുള്ളത് ആക്കിബത്ത് മോശാവാൻ ഒരു കാരണമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാന് 4 സ്വഹാബാക്കളെ കണ്ടു. 14 പല അഭിപ്രായം. കുല്ലുഹും യഖാഫൂന അലാ ഈമാനിഹിം. ഓരൊക്കെ ഈമാന്റെ കാര്യത്തിൽ ബേജാറാണ്. അല്ലാഹു തആല നമുക്ക് ആ ബേജാറ് തെറ്റ്. ആമീൻ പറയും. അല്ലാഹു തആല നമുക്ക് ആ ബേജാറ് തെറ്റ്. ഈമാന്റെ കാര്യത്തിൽ പേടി വേണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ദർലിയത്ത് അല്ലിക്കോളി ഇബ്ലീസിനെ അടിച്ചാട്ടയാളാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരിക്കൽ പള്ളിക്ക് ജമാഅത്തിന് പോണ സമയത്ത് ഇബ്ലീസ് ഉണ്ട് ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നത്. നമ്മൾ ഖത്താബിനെ ഒന്ന് സ്വീപ്പാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു പ്രായമുള്ള തന്തന്റെ കോലത്തിലാ, ഒരു വയസ്സന്റെ കോലത്തില. നമ്മൾ ഖത്താബിനെ പാപ്പിക്കാൻ കഴിയില്ലെന്ന് ഇബ്ലീസിന് അറിയാം. പാപ്പിക്കാൻ കഴിയില്ല അറിയാം. എന്നാലും ശതമാനം കുറക്കാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ? ഇലക്ഷന് ജയിക്കൂല എന്ന് ഉറപ്പാണെങ്കിൽ അപ്പുറത്തെ ഭൂരിപക്ഷം എങ്ങനെ കുറക്കാന്ന് പിന്നെ എന്തിക്കാം എന്ന പോലെ പാപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കൊളത്തിടാൻ പറ്റുമോ നോക്കാം. അതിന് പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിക്കാം. നമ്മൾ ഖത്താബാണെങ്കിൽ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടിപ്പോവാൻ. അപ്പൊ ഇബ്ലീസ് ഒരു ശബ്ദം ഉണ്ടാക്കി. ഈ ഓലക്കടുത്തിട്ട് വാട്ടിലിരിക്കുന്ന ഒരു ശബ്ദമാണ്. മൂപ്പർക്ക് മിമിക്രിയൊക്കെ അറിയാം. ആ ശബ്ദം ഉണ്ടാക്കി. നമ്മൾ ഖത്താബിനോട് ഒന്നും ഇങ്ങോട്ട് വരീന. എന്തേ ഒരു ശബ്ദം കേട്ടില്ലേ? അതെന്താണ്? അതിപ്പോ ജമാഅത്തിന് ധൃതിയായിട്ടോട് ഓടുന്ന ഒരാളോട് തറഞ്ഞു ചോദിക്കേണ്ട ചോദ്യമൊന്നും അല്ലല്ലോ. ആണോ? പക്ഷെ ഉമ്മുൽ ഖത്താബ് പ്രായമുള്ള ഒരാൾ ചോദിച്ചല്ലേ. പ്രായമുള്ളവരെ ബഹുമാനിക്കണല്ലോ എന്നാണ് എന്ത് ചെയ്ത്. അത് ഈ ഒലക്കെടുത്തിട്ട് വരലിൽ ഇരിക്കുന്ന ശബ്ദമാണല്ലോ എന്നാണ്. അതില് മൂപ്പര് ചോദിച്ചാൽ എന്താ അറിയോ? അത് ഈ ഒലക്ക വരലുമ തട്ടിയിട്ടാണോ വരല് ഒലക്കമ തട്ടിയിട്ടാണോ എന്ന് വെച്ചു നോക്കാണ് നിങ്ങൾ. നമ്മളോടൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അത് ഒലക്ക വരലുമ തട്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. നമ്മള് ദൂറുണ്ടാവില്ല, അസറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒപ്പാണ്ട് കൂടും. ആ മസ്ലിം ഈ ഉമറുൽ ഖത്താബിന് മനസ്സിലായി ഇത് മറ്റേതാ 103 സാധനം എന്ന് മനസ്സിലായി. ഇത് രണ്ടാമത്തെ ചോദ്യം വന്നപ്പോഴേ ഇത് സൈസ് ഏതാന്ന് മനസ്സിലായി. ഉമറുൽ ഖത്താബ് പറഞ്ഞു, അതിലെനിക്ക് സംശയം ഉണ്ടോന്ന് വെച്ചാൽ കൈ ഇങ്ങോട്ട് കയറ്റി മോന്തൊക്കെ ഒരൊച്ചയില്ലേ? അതിന്റെ കൈ എന്റെ മോന്തമ്മ തട്ടിട്ടാണോ മോറ് കൈമ തട്ടിട്ടാണോ? അങ്ങനെ ശൈത്താൻ അടിച്ചു പഠിച്ചാണ്. ഒരാളെയും പേടില്ല. ഒരിക്കൽ പള്ളിയിൽ ഒരാൾ ചടഞ്ഞൊന്നും ഓടിയിരിക്കുകയാണ്. ദുഹ്റ് വാങ്ങിക്കൊടുത്ത് ഇക്കാമത്തൊടുത്ത് മുപ്പരെ കാണാനില്ല. ഇത് ഞാൻ കിതാബിൽ കണ്ടിട്ടില്ലല്ലോ. ഇതെന്റെ ഉസ്താദിനെ കേട്ടാണ്. അത് വേറെ പറഞ്ഞ ചില ആൾക്കാർ വിളിച്ചു ചോദിക്കും അത് ഏതെവിടെയാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടതല്ല. പക്ഷെ എനിക്ക് കിതാബ് പോലെ ഉസ്താദ് പറഞ്ഞു. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്. കണ്ട ആരെങ്കിലും എനിക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ സൗകര്യമാണ് അവിടെ നോക്കായിരുന്നു. അപ്പോ ദുഹ്റ് വാങ്ങിക്കൊടുത്ത് ഇക്കാമത്തൊടുത്ത് നിസ്കരിക്കാനില്ല. അസ്ർ വാങ്ങിക്കൊടുത്ത് ഇക്കാമത്തൊടുത്ത് നിസ്കരിക്കാനില്ല. അപ്പൊ ഉമർ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമർ ഖത്താബ് പറഞ്ഞു, യാത്രക്കാരനായിരിക്കും മഗ്‌രിബിന്റെ നിസ്കരിച്ചാൽ മതിയല്ലോ, പിന്തിച്ച് അമ്മാക്കിയാൽ. അപ്പൊ നമ്മള് അത് നോക്കുക. മഗ്‌രിബ് വാങ്ങിക്കൊടുത്ത് ഇക്കാമത്തൊടുത്ത് നിസ്കരിക്കാനില്ല. അതിലും ഉമർ ഖത്താബ് വാളൂരിയിട്ട് വരിക. ഇവനോട് എന്താണ് നിസ്കരിക്കാത്ത? അതില് ഒരു പരുന്തായിട്ട് ഒരൊറ്റ പാറല. നമ്മളാണ് എന്താ പറയാ, തങ്ങൾ ബാബാ പൊടുത്തു പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ ആവുന്ന ഞാൻ അറിയില്ല. പരുന്തായി പാടല്ലേ, വലിയ കറാമത്തല്ലേ. പരുന്തായിട്ടാണ്ട് പാടിയിട്ട് മേലൊരു അശരീരി കേട്ടു. ഉമറെ തൊട്ടു പോകണ്ട, അതിന് സ്വന്തം ആരിഫാണ്. ഇതെന്റെ ആരിഫാണ്, തൊട്ടു പോകരുത്. നമ്മളാണെങ്കിലോ വാള് വീഴും. പഠിച്ചോനെ ഞാൻ അറിയാതെ കളിച്ചാണ്, എന്റെ ആരിഫാണ്, എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല പറയാ. നമ്മള് ഖത്താബ് പറഞ്ഞല്ല, എനിക്കങ്ങനെ ഒരു ആരിഫ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചോ, ഇങ്ങോട്ട് ഇറക്കാൻ ഒന്ന് ഞാൻ പോയി. അതാണ് ആൺകുട്ടി, അതാണ് ആൺകുട്ടി. എനിക്കങ്ങനെ ഒരു ആരിഫ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി. ഇവിടെ ഭൂമിയിലത്തെ നിയമം ഞാൻ നടപ്പിലാക്കും. എന്നിട്ട് ഇറക്കാൻ ഞാൻ വാളുമിട്ട് കൊല്ലും. എന്തേ കാരണം? ഇവിടെ ഒരു നിയമം വേറെ ഉണ്ട്, അതെവിടെ നടപ്പിലാക്കണം. ഇത് സംഗതി ശൈത്താനാണ്. ശൈത്താന് പല കളി കളിക്കണം. അതാണ് അവിടെ. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ബഹുമാനപ്പെട്ട അബൂദൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് നരകത്ത് പോണ ആൾക്കാരെ പേര് വിവരം കൊടുത്തു. മുനാഫിക്കങ്ങളെ റസൂലുള്ളാഹിക്ക് അറിയാം, ആരാന്നൊക്കെ അറിയാം.
അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ആരാന്ന് റസൂലുള്ളാഹിക്ക് നല്ലോ അറിയാം. എന്നിട്ട് തന്നെ പള്ളിയിൽ ഒന്നാം സഫിൽ സ്ഥലം കൊടുത്തത്. ഇതേതാ സൈസ് എന്ന് നല്ലോ അറിയാം. പക്ഷെ നെഹ്നു നഹ്കും ബിൽളവാഹിർ, അത് മറ്റൊരു ലോകമാണ്. ഇയാൾ ഏതാന്നല്ല അറിയാം. അയാളെ മോനെ റസൂലുള്ളാഹിന്റെ സ്വന്തം ആളാണ്. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ തല എടുക്കണമെന്ന് പറഞ്ഞായിട്ട് മോനെ കേൾക്കുകയാണ്. പറഞ്ഞിട്ടില്ല, പക്ഷെ ആരോ പറഞ്ഞു പാപ്പന്റെ തല എടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതില് അബ്ദുള്ള റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി വരിക. എന്നിട്ട് ചോദിച്ചു, നബിയെ നിങ്ങൾ ഇപ്പാന്റെ തല ചോദിച്ചീനോ? നോക്കണങ്ങള് അവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഇപ്പാന്റെ തല എടുക്കാൻ വേണ്ടി പറഞ്ഞീനോ? അപ്പൊ റസൂലുള്ളാഹി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞാല് നീ എന്തിനു വന്നതാ, തിരുത്താൻ വന്നതാണോ എന്ന് വെച്ചു. ഞാനങ്ങനെ പറഞ്ഞീന്ന് കൂട്ടാ, എന്റെ വാപ്പന്റെ തല ഞാൻ ആവശ്യപ്പെട്ടെന്ന് കൂട്ടാ, നീ ഇങ്ങോട്ട് വന്ന് തിരുത്താനാണോ എന്ന് വെച്ചു. അപ്പൊ കണ്ണില് വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, തങ്ങൾ എന്റെ ഉപ്പാന്റെ തല വെച്ചാൽ ഞാൻ തിരുത്തു നബിയെ. പിന്നെ ഞാൻ വന്നത് എന്തിനാ വെച്ചാൽ തങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്ന് ഉപ്പാന്റെ തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മഗ്‌രിബിന് മുമ്പ് തലവെടുത്തത് ഉറപ്പാണ്. അല്ല അതെനിക്ക് ഉറപ്പാണ്. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഗ്‌രിബിന് മുമ്പായിട്ട് തലവെടുത്ത് ഉറപ്പാണ്. പക്ഷെ അത് എടുക്കലും ഉമർ ഇബ്നുൽ ഖത്താബാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പൊ പിന്നെ അവരെനിക്ക് കാണുമ്പോ ജപ്പാന്റെ തല എടുത്ത ആള് എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അത് എന്റെ ഉപ്പാന്റെ തല എടുത്ത ആളല്ലേ, വാപ്പാരാണെങ്കിലും വാപ്പല്ലേ, വാപ്പാന്റെ തല എടുത്ത ആൾ എന്നുള്ളൊരു വിഷമം അവരെ കാണുമ്പോ എനിക്ക് അറിയാതെ ഉണ്ടാവും. നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതിന് മഗ്‌രിബ് വന്നാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചുതരാം. എന്താണ് സിറാത്തുൽ മുസ്തഖീമിലാണ് അലിഞ്ഞു ചേർന്നു. അതന്നെ അവിടെ വാപ്പിമ്മയൊന്നും അല്ല. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഞാൻ എന്റെ ചർച്ച ഈ വിഷയം ഇസ്ഖുർ റസൂലിലായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. കണ്ടോ നിങ്ങൾ നബിയേ, അന്ന് തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തല ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങത് പറഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ തിരുത്താനല്ല. എന്റെ വാപ്പയുടെ തല കൂർത്ത വാളിന്റെ തുമ്പത്ത് കോർത്തെടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാനിവിടെ എത്തിക്കാം നബിയേ. അങ്ങ് പറഞ്ഞോ ഇല്ലോ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. യാ റസൂലല്ലാഹ്, പറഞ്ഞോ ഇല്ലെന്ന് മാത്രമാണ് അറിയേണ്ടത്. വേറെ അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനേ മോനെ കൊണ്ട് വാപ്പന്റെ തലെടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ള എന്താണ് കരുതിയത്? ഒരു മോന് വാപ്പാന്റെ തലെടുക്കേ അത് പറയാനാണോ ഞാൻ വന്നത്? അയാതെ അബദ്ധമൊന്നും ചെയ്യരുത് അബ്ദുള്ള. ഇതേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മറ്റൊരു സമയത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാം, നബിയെ വലയിൽ ഉറങ്ങാൻ പറ്റണില്ല നബിയെ, എന്റെ എപ്പോ നോക്കിയാലും നിങ്ങളെ കുറ്റം പറയാം, ഉറക്കം കിട്ടൂലല്ലോ. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോവാ റസൂലുള്ളാഹിനെ കുറ്റം പറയാം. നിസ്കരിക്കാൻ ഇയാളുണ്ടാവും, ഒന്നാമത്തെ സഫിലാക്കുക. ചിലപ്പോ മറ്റുള്ളവരോട് പറയും ഇസ്തഖീമു, എല്ലാരും സ്റ്റേജ് നോളി ഇമാമപ്പ എറിഞ്ഞെന്നൊക്കെ പറഞ്ഞ ആളാ. പക്ഷെ ഇയാള് നരകത്തിന്റെ അടിയിൽ ഇയാളാ, അതിന്റെ മേലെ ഇബ്ലീസും ഫിറൗനൊക്കെ വരും. തലയെ കെട്ടിനൊന്നും ഒരു കുറവില്ല, നല്ല സെറ്റപ്പ് കെട്ടി അള്ളാഹു കാത്തു. പക്ഷെ കൽബിൽ മുഹമ്മദ് നബി ഇല്ല, അജുവപ്പാണ്, ഉള്ളു ഹാളാണ്, ഉള്ളു ഒഴിഞ്ഞ ഹാളാണ്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് പറഞ്ഞ നബി എപ്പോ നോക്കിയാലും നിങ്ങൾ തെറി പറയലാണ് പണി. അതുകൊണ്ട് ഇന്നാള് തല എടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞേ, ഒന്നുകിൽ തല എടുക്കാനുള്ള സമ്മതം തരാ, ഇനി വേറെ വർത്താനൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് തരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് എന്തിനാ തരുന്ന വെച്ചു. അല്ല, അതിന്റെ വാപ്പ കുടിച്ച വാപ്പാന്റെ സോക്കട് മാറുന്നതാണ്. എന്താണ് അവരുടെ വിശ്വാസം? നിങ്ങളെ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് നിങ്ങളെ ഉമിനീര് കലങ്ങിയ വെള്ളം എന്റെ വാപ്പാന്റെ വയറ്റിലെത്തിയാൽ അയിമ തീരാളുള്ളൂ എന്റെ വാപ്പാക്ക്, അതിന് തരും. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂലിന്റെ മോന്റെ കൈ കൊടുത്തു. അദ്ദേഹം ആർത്തിയോടെ ആവേശത്തോടെ വാപ്പന്റെ അടുത്ത് ഓടി, അങ്ങനെ നന്നാവും പോവാണ്, ഇനി ഒരേ ചർച്ചയില്ല, ഇവിടെ ശരിയായി, ഇവിടെ അവസാനിക്കാൻ പോയിട്ട് പറഞ്ഞു, അപ്പേ ഇതെന്നാണ് കുടിച്ചാൽ. അപ്പൊ ഇതിങ്ങനെ വാങ്ങിയിട്ട് കാക്ക കുടിക്കണേനും പോയിച്ചു, ഇതെന്താടാ, ഇതെന്താ? അത് മുഹമ്മദ് നബിന്റെ വായിലിട്ട് കുപ്പിളിച്ച വെള്ളാണെന്ന് പറഞ്ഞു. അതിൽ ഈ വെള്ളാണ്ട് തോന്നിട്ടറിഞ്ഞ് ഇതിനേക്കാളും നല്ലത് ഉമ്മാന്റെ മൂത്രം കൊണ്ട്, ഇതിനേക്കാളും നല്ലത് എന്റെ ഉമ്മാന്റെ മൂത്രം കണ്ടെടുത്തോണ്ട്.
ഈ കാക്കാന്റെ തലമലാണ് ഈ കെട്ടുള്ളത്. അള്ളാഹു കാത്തിരക്ഷ കുറച്ചും സലാമത്താക്കി തരാം. ഇങ്ങനെ കുറെ മുനാഫിഖുകൾ മദീനയിലുണ്ട്. അവരൊക്കെ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അസ്റാറിന്റെ സാഹിബിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നരകത്തിന് മദീനത്തിന് നരകത്ത് പോണ പള്ളിയിൽ നമസ്കരിക്കുന്ന ആൾക്കാരെ സുബ്ഹാനല്ലാഹ്. ഇത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ പോരേന്നാണ്ട് എണീച്ചു. ഹുദൈഫ റളിയല്ലാഹു ബാക്കിൽ നടക്കാൻ തുടങ്ങി. ഹുദൈഫ, നിങ്ങൾ ആ ലീസ്റ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരും, നിങ്ങൾ ആ പട്ടിക ഒന്ന് എനിക്ക് കാണിച്ചു തരും. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് സ്വകാര്യാണല്ലോ, ഉമറെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സ്വകാര്യ ഉമർ ഖത്താബ് ഇടപെട്ട് ചോദിച്ചു വാണെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും കൽബ്. ആ പട്ടിക ഒന്ന് എനിക്ക് കാണിച്ചു തരണം. ഹുദൈഫ, ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു അത് കാണിച്ചു തരൂല. അപ്പൊ ഉമർ ഖത്താബിനെ മുനാഫിഖീങ്ങളല്ല അറിയേണ്ടത്, ആ പട്ടികയിൽ നിന്റെ പേരുണ്ടോന്നാണ് അറിയേണ്ടത്. വായിച്ചാൽ കിട്ടുമല്ലോ, അതിനാണ് പട്ടിക ചോദിക്കുന്നത്. അല്ലാതെ നമ്മളെ ചോദ്യമല്ല, നമ്മൾ ചോദിക്കണേ മറ്റവനെ ഏർപ്പാക്കാനാണ്. ഇത് ചോദിക്കണ എന്താ വെച്ചാൽ അവരെ വിവരം അറിയാനല്ല, നിന്റെ പേര് അതിലുണ്ടോ എന്നുള്ള പേടിയാ. അപ്പൊ പട്ടിക തരൂലെന്ന് ഉറപ്പായപ്പോ മുഹത്താ വെച്ചു, എന്നാ ഹുദൈഫ പ്ലീസ് നിന്റെ പേര് അതിലുണ്ടോ ഒന്ന് പറഞ്ഞുതരോ. അതിൽ ഹുദൈഫ നിങ്ങളെ പേര് അതിലില്ല. അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് വെള്ളം കുടിച്ചത്. അവര് വെള്ളം ആര് സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ്. എത്ര പേടിക്കണം നമ്മള്. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോ പായക്കുട്ടിസാന്റെ ജീവിതകാലത്താണെങ്കിൽ അവരെ ദ്വാരങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പലതും ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കും, അപ്പോഴൊക്കെ ഉസ്താദ് പിടിച്ചിക്കും. ആക്കബത്ത് നന്നാക്കണം എന്നാണ് ഉസ്താദിന്റെ തൊണ്ടം കൊണ്ട് കേട്ടോ. ഉസ്താദ് സ്വയം മറന്ന് കരയാൻ തുടങ്ങി. അത്തിപ്പറ്റ ഉസ്താദ് പലതും ഇങ്ങനെ ദ്വാരക്കും. പക്ഷേ ഞങ്ങൾ ആക്കിബത്ത് എന്നിട്ട് പറഞ്ഞ അതിനങ്ങോട്ട് തുടങ്ങിയ തൊണ്ടങ്ങോട്ട് പൊട്ടും. എല്ലാരും ബേജാറായി. എന്നെ പോലത്തെ ആൾക്കാർക്ക് ബേജാറില്ലാത്തതും അതൊക്കെ ബേരിനോട്ട് വരുന്നുള്ളൂ. അല്ലാഹു ആ മുത്തഖീങ്ങളുടെ ആഖിബത്ത് നമുക്ക് തരട്ടെ, മുത്തഖീങ്ങളുടെ ആഖിബത്ത് നമുക്ക് തരട്ടെ. ഇമാമിന് ശാഫി അതാണ് പറയുന്നത്, ഇദാ ഹബ്ബത്ത് റിയാഹുക ഫഗ്തനിംഹാ ഫൗക കുല്ലി ഖാഫികത്തിൻ സുകൂനു വലാ തഗ്ഫൽ അനിൽ ഇഹ്സാനി ഫീഹാ ഫലാ തദർ സുകൂനു മതാ യകൂനു. യുവത്വത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, ആരോഗ്യത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, സമ്പത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ അതിൽ നിന്നൊക്കെ പരലോകത്ത് വിജയിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചോ. ഫൗഖമാ കുല്ലി ഖാഫികത്തിൻ സുകൂനു. എല്ലാ പിടക്കലിന്റെയും മുടുക്ക അടക്കമാണ്. പിടക്കണ്ട, പിടച്ചാൽ അതിന്റെ ഒടുക്കം അടക്കാണ്. എന്താ ശാഫി ഇമാമിന്റെ വരികൾ? എന്താണ്? വലാ തഗ്ഫൽ അനിൽ ഇഹ്സാനി ഫീഹാ. നിനക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യ സന്ദർഭങ്ങളിൽ വാഫിലാവണ്ട, നന്മകൾ അധികരിപ്പിച്ചോ. ഫലാ തദരി, എനിക്കറിഞ്ഞൂടാ. അസ്സുകൂനു, സുകൂനാകുന്നത് മത്തായക്കൂനു. ഇതിന്റെ മഫൂലല്ലാന്ന് അർത്ഥം, മുബ്തദയാണ്. മത്തായക്കൂനു, എപ്പോഴാണ് ഒതുങ്ങാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുത്തോ എന്ന് ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു. കം ലാഹികിൻ വൽ മനായാ ഫൗക ഹാമതിഹി ഇൻ കാന യഅലമു ദമ്മാത മിൻ കമദി മൻ കാന ലം യുതൽ മൻ ഫീ ബഖാഇ ഗദി മാദാ തുഫക്കിറുഹു ഫീ റിസ്ഖി ബഅദ ഗദി മൗലായ സല്ലി വസ. കംലാഹിക്കിന് എത്ര ചിരിക്കുന്നവരാ. അല്ലാ അല്ലാ വൽ മനായ ഫൗക ഹാമതിഹി. അവന്റെ മൂർധാവിന്റെ മീതെ മരണം തൂങ്ങി നിൽക്കുകയാ. ആർത്തിയുടെ മീതെ മരണപ്രതിഭാസം വന്ന് നിൽക്കുകയാ. ആഗ്രഹത്തിന്റെ പടിവാതിലിൽ മരണപ്പിടിമൃഗം കെട്ടപ്പെട്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇമാമുൽ ശാഫി പറയുകയാണ്, ലൗ കാന യഅലമു ബമ്മാത മിൻ കമദി. നാളെ
നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് ഒരു മനുഷ്യന് ബോധ്യപ്പെട്ട ഖേദത്തിന്റെ ഊക്കുകൊണ്ട് അവൻ മരിച്ചു പോയിരുന്നേനെ. നാളെ സംഭവിക്കുന്നത് ഇന്നാണ്ട് അറിഞ്ഞാൽ അല്ലേ നമ്മക്ക് നാളെ എന്താ സംഭവിക്കണെന്ന് ഇന്ന് നമുക്ക് അറിയാത്തോണ്ടാ നോമ്പറക്കണത്. ഏതോ ഒരു തമിഴ്ലോറിന്റെ ടയറ് നമ്മളെ തലക്കല്ല കണക്കാക്കിയിട്ടുണ്ടാവും. അതിപ്പോ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കോയമ്പത്തൂരും കഴിഞ്ഞിട്ട് പാലക്കാട് എത്തിക്കണെന്ന് ഇപ്പൊ നമ്മള് അറിഞ്ഞാൽ നോമ്പറക്കും. കാരണം ഏകദേശം തറാവിന്റെ മുതിമക്കൂടി കയറും. ഏതോ ഒരു ക്യാൻസറിന്റെ മുഴ നമുക്ക് കറക്കാക്കേന്റെ തുടക്കം വാച്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതാണ് ഇന്നലൊക്കെ ഒരു കാഴ്ച കയറിയത് എന്ന് നമ്മൾ അറിഞ്ഞാൽ നോമ്പറക്കും. പക്ഷെ പായസത്തിന് ഈ പൊറാട്ട ആൾക്കൂല ഉറപ്പാ. അപ്പൊ നോമ്പറാന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചോനെറ്റി എന്തൊക്കെ അല്ലാഹുവേ പഠിച്ചോൻ കാത്തുവെച്ചു കുറക്കണം. ഒരു 5 പത്തിരി മുറുക്കുക. 5 പത്തിരി ഒന്നായിട്ട് ആൽപ്പീറ്റ് പിന്നെ രണ്ടാമത്തെ 5 രൂപയല്ല. എന്തൊക്കെ പഠിച്ച നാളെ എവിടോ ഒരു സ്ഥലത്ത് നിസ്കാരത്ത് കൂടുമ്പോ ഒരാളെ തൊള്ളയിൽ കൂടി അണ്ടിപ്പരിപ്പ് റിട്ടേൺ അടിച്ചു തറാവി അണ്ടിപ്പരിപ്പ് പുറത്ത് പോകുന്നു കണ്ടു. 3 എന്നിട്ട് ഉള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്തേന്ന് വെച്ചാൽ പറഞ്ഞ 8 ഗ്ലാസ് പായസം കുടിച്ചു. അണ്ടിപ്പരിപ്പൊന്നും താണില്ല, പൊന്തിക്കെടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി നമ്മള് ഒക്കെ രോഗികളാൽ 19ാമത്തെ വയസ്സിന്റെ സ്റ്റോറേജിൽ നിസ്കരിക്കും. ഇന്നലൊക്കെ തറാവിന് 18-19 വയസ്സുള്ള കുട്ടികൾ കസേരയിൽ നിസ്കരിക്കുക. ഇത് അടുത്ത കാലത്ത് നമ്മൾ കേട്ടുക്കണം. ഇതൊക്കെ തീറ്റമെന്ന് വരാനാണ് ഉറപ്പാണ്. ഷുഗർ, കൊളസ്ട്രോള്. നമ്മള് ചിലവർ പറയും അങ്ങനെ കൊളസ്ട്രോൾ ഇല്ലായിരിക്കും തടി കണ്ടിരുന്നു. പിന്നെ ആനക്ക് കൊളസ്ട്രോൾ, എരുമക്ക് കൊളസ്ട്രോൾ, പോത്തിന് കൊളസ്ട്രോൾ ഉണ്ടോ? നമ്മൾ കാണിച്ചു തരോ കൊളസ്ട്രോൾ ഉള്ള പോത്തിന്? പാമ്പിന് ഷുഗർ ഉണ്ടോ? ഇല്ല. തവളക്ക് ഛർദി ഉണ്ടോ? എലിക്ക് പനി ഉണ്ടോ? എലിപ്പനി എലിക്കല്ല നമ്മക്കാണ്. എലി നല്ല സുഖം ഓടി കളിക്കുക. എലിക്ക് പനിയൊന്നുമില്ല. പനി കണ്ട് വന്നാൽ ചിലർ പുറത്തിറങ്ങി എന്താ പേരിട. അപ്പൊ ഒരു പെറ്റാനെ കണ്ടാ പെറ്റായി പനി. അല്ല എലിയും പനിയും വരെ വന്നൊന്നുമില്ല. അതിങ്ങനെ ഒരു സൗകര്യത്തിന് പേരിടുക. പനിയുള്ള ഒരു എലി നിങ്ങൾ കാണിച്ചത് ഇല്ല. എന്നാ ശുചിത്വം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കണ പോലല്ലേ നമ്മൾ മാർബിൾമ കിടന്നുറങ്ങാം. പോത്ത് ആ സമയത്ത് പുല്ലിന്റെ അടിയിലും ചാണകത്തിന്റെ അടിയിൽ. അപ്പൊ ശുചിത്വം ഇല്ലാത്തതുകൊണ്ട് രോഗം വരികയാണെങ്കിൽ ഓൽക്കല്ല ആദ്യം വരണ്ടേ? ഈ മാർബിൾമ കിടക്കണേ നമുക്കെങ്ങനെ ഈ വൈറസുകളൊക്കെ കൂടി വന്ന് കയറി കൂടിയത്? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പാമ്പ് ഒരു തവളനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് നിങ്ങൾ നല്ല തടിമാടനായ സുന്ദരനായ ഒരു തവളനെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ തിരിഞ്ഞു നോക്കുക. ഇനി അത് തിന്നാൻ 2-3 ദിവസം കഴിയും. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുക. ഞാൻ ഒരിക്കൽ അല്ലയില് കുറെ പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട്. അപ്പൊ ഈ മൃഗങ്ങളെ കാണുക, പാമ്പിനെ കാണുന്നത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ യാത്രന്റെ ഇടയിൽ ഇടക്കിടക്ക് വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കല് ആനെ കാണുമ്പോഴാണ്. മൈസൂർ ഭാഗത്തൊക്കെ അതിനാകുമ്പോ നാട്ടിൽ കുറെ വണ്ടി നിർത്തി പഠിത്തം നിർത്തി. കാരണം ഒരു ആന മേക്ക് കൂടി. അതോടുകൂടി ആ ഭാഗത്തേക്ക് അതിനും ആളും നിർത്തി. ആനനെ കാണാനും ഞാൻ ആ ഭാഗത്തേക്ക് പോലും നിർത്തി. ഇപ്പൊ അങ്ങോട്ട് ഡേറ്റ് വെച്ചാൽ കൊടുക്കല് ഞാൻ. ആനാണ്ട് വേക്ക് കൂടി എന്താ ചെയ്യാ? ശാത്തുകളിൽ വലിയിട്ട് ഒരു പോക്കാണ്ട് പോയിച്ചു എന്നോടത്ത് വ്യത്യാസം. അപ്പൊ ഈ ആന കാണാൻ നല്ല രസമാണ്. അപ്പൊ ഈ കൂട്ടത്തില് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ കടന്നപ്പോ കൂട്ടില് വലിയൊരു പാമ്പ്. അതിന്റെ പുറത്ത് ഇങ്ങനെ കുറെ എലികൾ ഓടി കളിക്കുന്നു. പാമ്പ് തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഞാൻ അറബിനോട് ചോദിച്ചു, അത് കടക്കാരനോട് വെച്ചിട്ട് എന്താന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഒരു എലിനെ ഈ പാമ്പ് ഒരു തീറ്റ അല്പം 3 ദിവസമായി തിന്നിട്ട് ഇനി 5-ാം ദിവസം വേറെ ഒരു എലിനെ തിന്നണുള്ളൂ. അപ്പൊ ഈ തിന്നവരെ ഇവരിങ്ങനെ പാമ്പിന്റെ പുറത്ത് ഓടി കളിക്കില്ല. അതിന്റെ സമയാലും ഒന്നിനെ പിടിച്ചു കൊടുക്കും. അപ്പൊ മറ്റന്നാളിനും കൂടി ഓടും. ഇങ്ങനെ അപ്പൊ അതൊരു തീറ്റ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയത്ത് തിന്നുള്ളൂ. നമ്മളങ്ങനെ നമ്മളിതിപ്പം മാറി വാങ്ങൽ കൊടുക്കണേന് 10 മിനിറ്റ് ഇപ്പൊ തുടങ്ങി അണ്ടിപ്പരിപ്പും മുന്തിരും ഈ പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ കൂടി ഇങ്ങനെ ഒരു കഴിക്കല്. മറ്റേക്കൊക്കെ ബത്തക്കയും പൈനാപ്പിളും ഒക്കെ. എന്നിട്ട് പൊറാട്ട മസാല നോക്കാം. ഇടക്കിടക്ക് വാചകം. എന്നിട്ട് മുക്കറിന് എങ്ങനെ പിരാവും. ചങ്ങാതി ശമ്പളം കഴിഞ്ഞ മസാല കൂട്ടി കൊടുത്തത് അതിന് കൂട്ടരെ അവിടുന്ന് സമയാലല്ലേ കൊടുക്കുക. അതിന്റെ അപ്പുറത്തെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആഴ്ചകൾ 5 മിനിറ്റ് മുമ്പ് കൊടുക്കണവരാണ്. അതുകൊണ്ട് നമ്മളെ പള്ളിക്ക് നോക്കി കൊടുക്കും. എന്നിട്ട് അയാളെങ്ങനെ കൈമത്ത് വന്നിട്ട് പോയി. എന്നിട്ട് അയാളെന്നാണ് മൈക്കമ്മ മുട്ടിയാൽ മതി. മൈക്ക് ശരിയാക്കണമെന്നപ്പ നോക്കണ വാങ്ങിക്കൊടുക്കാൻ 5 മിനിറ്റ്. അതോട് പിന്നെ ഇത് എങ്ങോട്ടാ ഇറങ്ങണം എന്നൊരു പോണം. അപ്പൊ ആരോ പറഞ്ഞു അത് മൈക്കം നന്നായിക്കണം നോക്കിയാണ്. അതിനിപ്പോ എന്നിട്ട് പിന്നെ മൂല്യന്മാർക്ക് വിളിച്ചു വയ്ക്കണം. വാങ്ങിക്കൊടുക്കണതിന് 4 മിനിറ്റ് മുമ്പ് കാരൊക്കെ ഇറങ്ങി എന്താ മസാല. അതിനാ അള്ളാഹുന്ന് കേട്ടോന്നാണ് തിന്നാ പോരാ. ഈ മൈക്കൂട്ടുമ്പോത്തിൽ നിന്നാ നിൽക്കണം.
അയക്കാൽ പാസന്റെ ഷോപ്പാക്കിട്ടുണ്ടാവില്ല, അപ്പൊ എപ്പോഴും മുട്ട് വരും. ഇങ്ങനെ ആവരുത്. ഈ തീറ്റക്കൊക്കെ നിയന്ത്രണം വെക്കണം. നിങ്ങളൊന്ന് ഞാൻ പന്ത്രണ്ട് പരിശോധിച്ച ഒരു 4 പത്തിരി അരക്കഷ്ണം പൊറാട്ട എന്ത് രസമുണ്ട് തറാവി എന്നറിയാം. നിങ്ങളൊന്ന് പരിശോധിച്ചു. ഇതങ്ങനെയല്ല. ബാങ്ക് കൊടുത്ത എന്തൊക്കെ ഇത് കപ്പലിനുള്ളിൽ ലഗേജ് കയറണം. പറ അത്താഴം മുത്താഴം പത്തായം എന്ന് പറയാണ്ട് ഇങ്ങനെ കേട്ട് തറാവി കണ്ടിരുമ്പോ പെരുമ്പാമ്പ് ഏറെ ഇങ്ങനെ. ഇതിനൊക്കെ ഒരു മാറ്റം. ഇതിലെ കസ്വത്തുൽ ഖൽബ് വരുന്നതാണ്. മഹാന്മാര് പാതയിലാണ്. വളരെ പ്രധാനമാണ് ഭക്ഷണം കുറക്കുന്നുള്ള. വെറുതെ ഉണ്ടാക്കി പറയില്ല. ഇമാം ഗസാലിക്ക് പേജുകളുണ്ട് ഈ വർത്താനം പറയാൻ. തീറ്റ കുറക്കണം. എല്ലാ കിതാബിലും ഗസാലിമാ പറയട്ടെ. തീറ്റ കുറക്കണം. സലാമത്തുൽ ജസദി ഫീ ഖില്ലത്തി തുആം വസലാമത്തുർ റൂഹി ഫീ ഖില്ലത്തിൽ ആതാം വസലാമത്തുൽ ദീനി ഫീ സ്വലാത്തി അലാ ഖൈരിൽ അനാം. ഇത് പറഞ്ഞിട്ടാ മുകാശഫ എന്നുള്ള കിതാബ് തുടങ്ങുന്നത്. തീറ്റ കുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തുടങ്ങാം. ഇതെന്താന്നറിയോ? മഗ്‌രിബ് വരെ നമ്മൾ പിടിച്ചിട്ട് ഈ ചപ്പി കിടക്കണ വയറുണ്ടല്ലോ, ഈക്ക് മൈദാണ്ട് ഇട്ട് കൊടുത്താൽ ക്യാൻസർ താനെ വരും. അതന്നെ നമ്മള് ഒഴിച്ച് കുടിക്കണ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിലെ ചായ വെക്കണം. ഈ ചൂടുള്ള ചായ പ്ലാസ്റ്റിക്കാണ് ചെന്നാൽ പ്ലാസ്റ്റിക് ഉരുകും. നല്ല ഉരുകിയ നമ്മൾ കാണും, ചെറുതായിട്ട് ഉരുകിയ കാണുക. ഉരുകിയിട്ട് ചായക്ക് പ്ലാസ്റ്റിക്കാണ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്റ്റിക്കും മൈദയും അളുമ്പിയിട്ട് ഇതിന് പെരുന്നാളാകുമ്പോത്തിന് ചുരുങ്ങിയത് 1-2 മഴ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞന്ന് നോക്കിക്കൊണ്ട് ഒരെണ്ണം പൊറാട്ട കൊടുക്കില്ല. പക്ഷെ ക്യാൻസറിന്റെ മഴ എങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ ചിലപ്പോ അതെങ്ങനെ മനസ്സിൽ വരും. അതുണ്ടാവും സാധ്യത. അതിനാണ് ഈ മഴ ഇടക്കിടക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ എണ്ണയില് വത്ത് ബഹുമാനപ്പെട്ട തങ്ങൾപ്പാ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് പോയി ഓസോൺ പാളിയിലായിട്ട് ഒരു സംവിധാനം അന്തരീക്ഷത്തിലുണ്ട്. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷം തടുക്കാനുള്ളതാണ്. അതിന് സുഷരം വീണതാണ് ക്യാൻസറിന്റെ കാരണമെന്ന് മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതിന് കാരണം പ്ലാസ്റ്റിക്കിന് ഉപയോഗം അധികരിച്ചാണ്. മേലുള്ള ഓസോൺ പാളിക്ക് ഇവിടുന്ന് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചിട്ട് ഓട്ട വീണെങ്കിൽ നമ്മളെ ലിവറിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും? നമ്മളെ ഹാർട്ടിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും? ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഓസോൺ പാളിക്ക് ഓട്ട വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഓട്ട വീണിട്ടുണ്ടാവും? അതുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തുക. ആ പഴയ മണ്ണിന്റെ പാത്രത്തിൽ ഇറങ്ങാം. മണ്ണിന്റെ ചട്ടി, മണ്ണിന്റെ ഗ്ലാസ്, ചിരട്ടന്റെ കയ്യില് ആ ചട്ടി മണ്ണിന്റെ ചട്ടിയില് വറ്റിട്ടിട്ട് തലേന്നുണ്ടായ മത്തിക്കൂട്ടാണ് എന്നിട്ട് കുഴച്ചിട്ട് ചിരട്ടന്റെ കയ്യിലോണ്ട് കൂടി ഇരുന്ന് കുടിച്ച് തിന്നുന്നൊരു കാലുണ്ട്. ഒരു ക്യാൻസർ ഒന്നുമില്ല, അറ്റാക്കും കൊളസ്ട്രോൾ ഒന്നുമില്ല. അന്നത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്നത്തെ ഒരു പ്ലേറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് ഇന്നിച്ചൊക്കെ കിട്ടുന്നോ? ഈ വലിയ വലിയ മീനൊക്കെ കൊണ്ടുപോയി തിന്നണമെന്നല്ലാതെ ഞാനിങ്ങനെ എത്ര കൊണ്ടാലും അങ്ങനെ വെച്ച സമർപ്പ് ഒരു രസം എന്ന് പറഞ്ഞില്ല. നാളെ ഈ മംഗലാപുരത്തിൽ പോയപ്പോ അവിടുന്ന് ഈ മീൻ കൊടുത്തേക്കുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ആചാര്യനോട് പറഞ്ഞു, അള്ളാനെ കരുതിയിട്ട് നിങ്ങൾ വലിയ മീൻ തിന്നരുതെന്ന്. എന്തെന്ന് വെച്ചു അത് അയച്ചേക്കണേ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെന്ന് വെച്ചു. അവര് പറഞ്ഞു വലിയ വലിയ മീന് ഒക്കെ അവിടെ 3-4 ദിവസം കഴിഞ്ഞിട്ട് എത്തിയാലും അത് ചെയ്യാതെ കിടക്കുന്നത് ഗൾഫിലൊക്കെ മനുഷ്യൻ മരിച്ചാൽ ഡെഡ് ബോഡി കടിക്കുന്ന സ്പ്രേ ഉണ്ട്, അതാണ് അടിക്കുന്നത്. അത് ഉള്ളിലേക്ക് ചെന്ന ഏറ്റവും ചുരുങ്ങിയത് 2 കിഡ്നി പോക്കാം. കിഡ്നി പോക്കപ്പോ നിത്യ സംഭവല്ലേ. വലിയ വലിയ മീനൊക്കെ നിങ്ങൾ നോക്കാനേ അയിലൊക്കെ കിടക്കണുണ്ട്. ഔലിയാക്കളിൽ പെട്ട അയിലെന്ന് തോന്നി. അയിലിന്റെ കറാമത്തല്ലത് മരുന്ന് ചാറാൻ പറത്ത. ഇതാണ് നമ്മളൊന്നായിട്ട് അത്താഴത്തിന് നമുക്കണ് അയിലന്റെ തല ഒരു ആരോഗ്യമോ ഒരു ആവേശമോ ഇബാദത്തിനൊന്നും ഒരു തലദ്ദില്ലല്ലോ. തറാവിയെ നിസ്കരിച്ച് ഒപ്പിക്കാനുള്ളത് ആ കഷ്ടപ്പാട് ഞമ്മക്കും പഠിച്ചാൻ പോരാനല്ലേ അറിയുള്ളൂ. അഥവാ ഇമാം ഒരു റക്അത്ത് കണ്ട് കൂട്ടിയാല് 21 നീച്ചാല് അയാള് മറന്നതാണ്. അയാള് രസം കൊണ്ട് നീച്ചല്ലേ, അയാള് മറന്നതാ. അപ്പൊ കാണാൻ അടിയിൽ നിന്നിട്ട് പയ്യ ചേരും പോലെ എവിടുക്ക അമ്മക്കെന്നാപ്പാ ചോദിക്കുന്നത്. 19 ഇരുന്നാ മുണ്ടൂല്ല. അല്ല അപ്പോഴും വേണ്ടത് മുണ്ടൂല. ഒന്നാണ് കുറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരാ ആമീൻ പറഞ്ഞു? അപ്പോ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഒരു അവതരണം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാരും ഉറങ്ങിത്തോങ്ങുന്നു എനിക്കറിയാം.
അപ്പൊ കളവാവാനും പാടില്ല, പഠിക്കാൻ ഉണ്ടാവും വേണം, ഫലിതവും വേണം. അതിന്റെ പ്രസംഗത്തിന്റെ സ്വഭാവം. ഇതിലൊന്നും ഇപ്പൊ കളവില്ല. എന്നാലും ചിന്തിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്. അങ്ങനെ ഫലിതം അങ്ങനെ വരണ്ട. അല്ലാതെ കുറെ തത്വന്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാരും ചിരിച്ചോളി എന്നിട്ട് എവിടെ ഇല്ലാത്തൊരു കരുന്നോടാണ് പാസ്സാക്കുക. അതല്ല, പറയുമ്പോ അതിൽ ചിന്തിക്കാനും വേണം, ചിരിക്കാനും വേണം. അപ്പോ പറഞ്ഞതിന്റെ ആകത്തുക ഭക്ഷണം ഒന്ന് കുറക്കണം. ഞാൻ നാമി പറയും അള്ളാഹു പൊറാട്ടനെ തൊട്ട് മാറിക്കാൻ തോപ്പിക്കുകയല്ലേ. ഇല്ല വേഗം നാമി കിട്ടില്ല. ഇനി തിന്നാണെങ്കിൽ കുറച്ച് നാളെ തോപ്പിക്കുകയല്ലേ. ഒരെണ്ണം കുറഞ്ഞോട്ടോ നാമി പറഞ്ഞാല് അള്ളാഹു തആല തീറ്റ കുറക്കാൻ തോപ്പിക്കുകയട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോഴേ ഇബാദത്തിന്റെ തലത് കിട്ടുള്ളൂ. ഇബാദത്തിന്റെ രസം ജാതം മരിച്ചു പോകരുത്. ഇബാദത്ത് രസാണ്, ഭയങ്കര രസാണ്. അതില്ലാതെ മരിച്ചു പോകരുത്. പിന്നെന്താ നമുക്ക് രസമില്ലാത്തരോ? ടേസ്റ്റ് ഉണ്ടായിട്ടാ അങ്ങനെയല്ലോ. നല്ല മൂത്രയിക്കാൻ പറ്റുന്ന സമയത്ത് ബിരിയാണി നോക്കുകയാണെങ്കിൽ രസം ഉണ്ടാവില്ല. ഉണ്ടാവോ? നല്ലോ മൂത്രയിക്കാൻ പറ്റും ബിരിയാണി, നല്ല മെസ്കുന്നുണ്ട്. ഇനി ഇത് മൂത്രയിച്ചെന്ന ബിരിയാണി ഉണ്ടാവില്ല. കാരണം 3 ആൾക്കാർ അപ്പുറപ്പുറം ഇരിക്കുന്നുണ്ട്. ഇനി ഒരാൾക്ക് ഗ്യാപ്പുണ്ട്. 4 കോഴിക്കോറുണ്ട്. ഇപ്പം ഒഴിച്ചു വന്നാൽ ആ 3, 4 അഡ്രസ് അതിലിപ്പാണ് മൂത്രയൊക്കെ കൊണ്ടിട്ടിരുന്നു. ഒരു രസം ഉണ്ടാവും. കാരണം എന്താ? ബോഡി വേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തള്ളാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. റൂഹിന് വേസ്റ്റ് ഉള്ള സമയത്ത് ഒഴിവാക്കാതെ ഇബാദത്തിന് രസം ഉണ്ടാവും. രണ്ടും ഒന്നാണ്. ബോഡി വേസ്റ്റ് തളം കെട്ടിക്കുമ്പോ അത് ഒഴിവാക്കാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിൽ, റൂഹിന് വേസ്റ്റ് തളം കെട്ടി നിൽക്കുമ്പോ അത് ഒഴിവാക്കാതെ ദിക്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല, നിസ്കാരത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ മഹാന്മാരെ പാതയിൽ തീറ്റ കുറച്ചിട്ട് നമ്മളൊന്ന് വെളുപ്പാവുന്നുള്ളത് അത്യാവശ്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കസ്വത്തുൽ ഖൽബിന് മാറിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മടിയൊക്കെ വരും. 3 മണിക്ക് എല്ലാ പരിപാടിയും നിർത്തണമെന്നാണ് ഇവിടുത്തെ തീരുമാനം. പൈസ എന്നോട് പറയും ചെയ്തിരുന്നു. ഇപ്പൊ സമയം ഒരുപാട് കടന്നുപോയി, നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു പറഞ്ഞും കേട്ടത്തെ കബൂലാക്കട്ടെ. അള്ളാഹു ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തട്ടെ. മഹാന്മാരോട് കൂടി ചാരുന്നുകൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ പെടുത്തട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇശ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്തുനിന്നുണ്ട്. ആരും നമ്മൾ പരിഹസിക്കരുത്, തള്ളരുത്. ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹ് അള്ളാന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പോയി നോക്കുമ്പോ കള്ളുടിച്ചിട്ട് ചെറുപ്പക്കാരൻ മലന്നിട്ട് അള്ളാനെ വിളിക്കുക. കള്ളുടിച്ച് വരുമ്പോ മലന്നിട്ട് അള്ളാനെ വിളിക്കുക. ആ കള്ളുടിയന്മാര് ചിലപ്പോ നല്ലതൊക്കെ പറയലുണ്ട്. നമ്മളാണ് എന്ത് ചെയ്യാ? അത് മരക്കൊള്ളിട്ടിട്ട് ഇങ്ങനെ തോണ്ടിടും. മാലിക് ഇബ്നു ദീനാർ അങ്ങനെയല്ലേ. മാലിക് അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ കള്ള് മണത്തിട്ട് നിൽക്കാൻ വയ്യ, അള്ളാന്ന് വിളിക്കുന്നുള്ളൂ. മാലിക് ചിന്തിച്ചത് കള്ള് നജസാണ് ആണല്ലോ. മൂത്രം കള്ളൊക്കെ നജസാണ്. 2 ഇഞ്ച് കള്ള് തുണിയിലായി സംസ്കാരം ചെയ്യാവില്ല. അതാണ് ഈ മോന്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ കള്ള് നജസാണ്, അത് കുടിച്ച വായ നജസാണ്. അള്ളാന്നുള്ള ഇസ്മു പരിശുദ്ധാണല്ലോ. ഇത് നജസുള്ള വായക്കൂടി വരരുത് എന്നാണ് തീരുമാനിച്ചത്. മാലിക് ഇബ്നു ദീനാർ എന്ത് ചെയ്തു? അവിടെ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ വായ നന്നായിട്ട് കഴുകിക്കൊടുത്തു. പല്ല് വെച്ചോട്ട് ചുണ്ടൊക്കെ നന്നായിട്ട് തുടച്ചു. അപ്പൊ മണത്തോക്കുമ്പോ കള്ളില്ല. ഇനി അങ്ങനെയാണ് വിളിച്ചുവിടുക. കള്ളുടിയാനാ അവരങ്ങനെ വിളിച്ചു. മാലിക് ഇബ്നു ദീനാർ പോയി കടന്നു. സ്വപ്നത്തിൽ ഒരു സന്ദേശമാണ്, ഒരു വിളിയാളമാണ്. മാലിക് ഇബ്നു ദീനാർ എന്റെ ഇസ്മിനെ ബഹുമാനിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വായ നിങ്ങൾ ശുദ്ധീകരിച്ചതുപോലെ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ കൽബ് ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ എന്റെ ഇസ്മിനെ ബഹുമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായ നിങ്ങൾ ശുദ്ധിയാക്കിയതുപോലെ നിങ്ങളെ ബഹുമാനിച്ചിട്ട്, കാരണം നിങ്ങളെ കയ്യാ തൊള്ളേക്ക് തട്ടിയില്ല, ആ ബഹുമാനം കൊണ്ട് ഓന്റെ കൽബ് ഞാനോ റെഡിയാക്കി. മാലിക് ഇബ്നു ദീനാർ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോ ഈ ചെറുപ്പക്കാരുണ്ട് തലക്കെ മറിച്ചിട്ട് ഇമാമിന്റെ വലത്തെ ഭാഗത്ത് 1-ാം സഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടിക്കരയുണ്ട്. കാരണം അള്ളാഹ് രാത്രിയാണ് പണിയെടുത്തു. ആ മാറ്റാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തആല നമ്മളെ കൽബൊക്കെ മാറ്റി തരട്ടെ. അള്ളാഹു അതിനുള്ള സംഗമമായി, അതിനുള്ള റമളാനായി, അതിനുള്ള അധ്വാനമായി, അതിനുള്ള സംസാരമായി, കേൾക്കലായി, അതിനുള്ള ത്യാഗമായി ഇതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുഖല്ലിബുൽ ഖുലൂബായ റബ്ബ് നമ്മളെ കൽബ് മാറ്റി തരട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. ദുആ ചെയ്യണം. നമ്മുടെ ദ്വാരക്കാൻ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വജിസ്ഥാന്റെ നല്ല ദ്വാരത്തിന് പരിചയമുള്ള ആളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ദ്വാരക്കണം എന്ന എന്റെ ആഗ്രഹം. അദ്ദേഹം നിറവേറ്റും. കാരണം നമ്മൾ ആഗ്രഹം കാണിച്ചാൽ അദ്ദേഹം നിറവേറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദ്വാ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനികളെ,
ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ ഷരീഫിൽ ഒരൽപ്പം ഇസ്തിഗ്ഫാർ, തഹ്ലീലും സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പതിവ് അനുസരിച്ച് റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാവരും കൂടി ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഈ മജ്ലിസിൽ ചൊല്ലി പൂർത്തിയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നത് നമുക്കൊക്കെ പല അനുഭവങ്ങളും പല ആളുകളും അതൊക്കെ അറിയിക്കുകയും ചെയ്തു. സഹോദരിമാരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അൽഹംദുലില്ലാ. ഇന്ന് ഒരു സഹോദരി പ്രത്യേകം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നേർച്ചയാക്കിയതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഭാവനയും ദുആ വസിയത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ദുആ പല കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഇഖ്ലാസോടുകൂടെ നമ്മുടെ ഈ സദസ്സിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, വളരെ പ്രായമുള്ള ആളുകളുണ്ട്, രോഗികളുണ്ട്, പല തരക്കാരുണ്ട്. നമ്മളൊക്കെ നോമ്പുകാരാണ്, പള്ളിയിലാണ്, ഇത്തികാഫിന്റെ നിയ്യത്തോടു കൂടെയാണ്. അതുകൊണ്ട് തന്നെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു സദസ്സാണ്. 40 ആളുകൾ ഉണ്ടായാൽ തന്നെ അത് ദുആക്കുത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണ്. നമ്മൾ ധാരാളം ആളുകളുണ്ട് അൽഹംദുലില്ലാ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ഒരൽപ്പം ഇസ്തിഗ്ഫാർ നല്ല നിയ്യത്തോടുകൂടെ. നമുക്കറിയാലോ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുപ്പിക്കൽ ചോദിക്കുകയാണ്, പാപം പൊറുക്കാൻ റബ്ബിനോട് ആവശ്യപ്പെടാൻ. അത് മാത്രല്ല, ഒരു പാപവും ഇല്ലെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. ഇസ്തിഗ്ഫാർ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ കാരണമാകും. അത് പടച്ച റബ്ബിന്റെ അള്ളാഹുവിലേക്കുള്ള ഒരു വഴിയാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾക്കുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ ആ ഒരു നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണം, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണം. അള്ളാഹു നല്ല നിയ്യത്തോടുകൂടെ ഖബൂൽ ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله، 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 لا إله إلا الله،
إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت إن شاء الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد